സന്തുഷ്ട കുടുംബം, ഹാപ്പി ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്ര സമ്പത്തുണ്ടായാലും, എത്ര ബിൽഡിംഗ് ഉണ്ടായാലും, എത്ര കച്ചവടം ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര പ്രതാപമുണ്ടായാലും, ഒരു മകൻ വഴികെട്ടാൽ മതി, നമ്മുടെ എല്ലാ സന്തോഷവും ഇല്ലാതെയാകും. ഒരേ ഒരു മകൻ, നമുക്ക് 3-4 മക്കളുണ്ടെങ്കിൽ അതിലൊരു മകൻ എങ്ങനെയായാൽ മതി, നമ്മളാകെ നാണം കെട്ടുപോകും, പുറത്തേക്കിറങ്ങാൻ പറ്റാതെയാകും, ആളുകളുടെ മുമ്പിൽ യശസ്സോടുകൂടി നടക്കാൻ പറ്റാതെയാകും. നമ്മൾ വിചാരിക്കുന്ന സയൻസ് വലിയ സംഭവമാണ്, അതിനെ ഞാൻ ചെറുതാക്കല്ല, വലിയ സംഭവം തന്നെയാണ്. പക്ഷേ ഈ കൊറോണ വന്നപ്പോൾ ഈ സയൻസ് എല്ലാം വഴിമാറി നിന്ന് നമ്മൾ കണ്ടതാണ്. ഇന്നേ വരെ കൊറോണക്കൊരു മരുന്ന് പോലും കണ്ടെത്തിയിട്ടില്ല. വാക്സിനേഷൻ ഉണ്ട്, ആ വാക്സിനേഷൻ പോലും എങ്ങനെ എന്നതൊക്കെ പലതും ചർച്ച ചെയ്യപ്പെടേണ്ടതാണ്. ധൃതിപ്പെട്ടുണ്ടാക്കിയ കുറെ വാക്സിനേഷൻസ് വേറെയുമുണ്ട്. എല്ലതും അങ്ങനെയല്ലെങ്കിൽ പോലും ചുരുക്കി പറഞ്ഞാൽ ഇന്നേ വരെ ഒരു മരുന്ന് കണ്ടെത്തിയിട്ടില്ല. വീണ്ടും തരംഗം വരുമ്പോൾ നമ്മൾ ഭയപ്പെടുകയാണ്. അപ്പൊ സയൻസ് എന്ന് പറയുന്നത് അതൊരു എവർഗ്രീൻ ആണ്, ഒരു എവർലാസ്റ്റ് ആണ് എന്നൊന്നും നമ്മൾ വിശ്വസിക്കേണ്ട. ഓരോ അത്ഭുതങ്ങൾ വരുമ്പോൾ അതിന്റെ മുമ്പിൽ പകച്ചു നിൽക്കുകയും ഓരോ അത്ഭുതങ്ങൾ കാണുമ്പോഴും ഇറ്റ്സ് മിറാക്കിൾ എന്ന് പറയുകയും ചെയ്യുന്നതാണ് സയൻസ്. ഇറ്റ്സ് മിറാക്കിൾ. എന്ത് അത്ഭുതം കണ്ടാലും അവർ പറയും ഇറ്റ്സ് മിറാക്കിൾ എന്നാണ്. ഇതൊരു അത്ഭുതമാണ് എന്ന് ആ അത്ഭുതത്താരും വ്യാഖ്യാനിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഓരോന്നും നമ്മുടെ അള്ളാഹുവിനെ സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകലാണ്. ഇനി വളരെ ചുരുക്കി പറഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ആകെ നമ്മൾ കാര്യമായി എടുക്കേണ്ടത് ദീനിനെ എങ്ങനെ ആ അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാമെന്നാണ്. പരിശുദ്ധമാക്കപ്പെട്ട ദീനായിരിക്കണം നമ്മുടെ വീടിന്റെ അന്തരീക്ഷം. അതിലൊരുപാട് കാര്യങ്ങളുണ്ട്. പരിശുദ്ധമായ ദീൻ അതെങ്ങനെ നമ്മളിലേക്ക് കൊണ്ടുപോകും? ഉദാഹരണത്തിന്, ദീനില്ലാത്ത ഒരാളാണെന്ന് വിചാരിക്കുക. ഞാൻ ആരെയും അധിക്ഷേപിക്കാൻ വേണ്ടി പറയല്ല. അവർക്ക് മാതാപിതാക്കളോടുള്ള ബന്ധം ദൈവീകമായി വായിക്കാൻ കഴിയില്ല. എൻ്റെ മാതാവാണ്, എൻ്റെ പിതാവാണ്, അതുകൊണ്ട് കുറച്ചൊക്കെ കാര്യങ്ങൾ ഞാൻ നോക്കണം എന്നതല്ലാതെ എൻ്റെ മാതാവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് പോയാൽ എൻ്റെ അള്ളാഹു ഏറ്റവും കൂടുതൽ സന്തോഷിക്കുമെന്ന് അവർ പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല. എൻ്റെ മാതാവ് സന്തോഷിച്ചാൽ എൻ്റെ അള്ളാഹു അങ്ങേയറ്റം സന്തോഷിക്കുമെന്ന പാഠങ്ങൾ അവർ പഠിക്കണമെന്നില്ല. മാതാവിന്റെ കണ്ണുനീർ അഗ്നിയാണ്, അതെങ്ങാനും ഉറ്റി വീണാൽ അവിടം കത്തിച്ചാമ്പലാകുമെന്ന് അവൻ പഠിച്ചിട്ടുണ്ടാകണമെന്നില്ല. നമ്മൾ അങ്ങനെയാ ചെയ്യേണ്ടത്. എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോട് അനുജത്തിമാരോട് ഞാൻ പറയാൻ, നമ്മളൊരു വീട് ഭാവിയിൽ വെക്കുകയാണെങ്കിൽ ഇന്നെന്നെ മനസ്സിൽ കുറിച്ചു വെച്ചോ. നമ്മൾ സുന്ദരമായൊരു വീട് വെച്ചാൽ അതിരാവിലെ 4 മണിക്കോ തഹജ്ജുദിന്റെ സമയത്തോ നിങ്ങൾ അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ താക്കോല് കൊടുക്കേണ്ടത്, ചാവി കൊടുക്കേണ്ടത് ഉമ്മയുടെ കയ്യിലേക്കാണ്. സ്വന്തം ഉമ്മ ജസ്റ്റ് ഇങ്ങനെ താക്കോല് തിരിക്കുമ്പോ സൂക്ഷിച്ചിട്ട് കണ്ണിലേക്കൊന്ന് നോക്കിക്കോ. കണ്ണുകൾ നിറയുന്നത് നിങ്ങൾ കാണും. അത് അന്നത്തെ ദിവസത്തിന്റെ നിറയലല്ല, 40 വർഷത്തിന്റെ പ്രാർത്ഥനയുടെ പ്രതിഫലമാണ്. നമ്മൾ ജനിച്ചത് മുതലേ നമ്മൾ ഉയരണമെന്നും നമ്മൾ ഉന്നതിയിലേക്ക് പോകണമെന്നും നമുക്കൊരു വീടാകണമെന്നൊക്കെ പ്രാർത്ഥിക്കുന്നത് സ്വന്തം മാതാവാണ്. ആ മാതാവ് അന്ന് ചാവി തിരിക്കുന്നത് വെറും വീടിന്റെ ചാവിയല്ല, അവരുടെ 40 വർഷത്തെ സ്വപ്നങ്ങളുടെ ചാവിയാണ് അവർ തിരിക്കുന്നത്. അതുകൊണ്ട് സ്വന്തം മാതാവിനെ കൊണ്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യിക്കേണ്ടത്. ഞാൻ എൻ്റെ ഇന്നത്തെ തലമുറയിലെ കുട്ടികളോട് പറയണം. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന് ഇന്ന് ഏകദേശം 70-80 ഷോപ്പുകളുണ്ട് വിദേശ രാജ്യങ്ങളിൽ. എല്ലാ ഷോപ്പുകളും ഉദ്ഘാടനം ചെയ്യുന്നത് സ്വന്തം മാതാവാണ്. അദ്ദേഹം അറബ്സിനെ വിളിക്കാറുണ്ട്, ഇവിടെ നിന്ന് കുറെ ഉദ്ഘാടകർ പോകാറുണ്ട്, പലതിനും നമ്മളും പോകാറുണ്ട്. പക്ഷേ ഉദ്ഘാടനം 75 വയസ്സ് കഴിഞ്ഞ മാതാവിനെ കൊണ്ടാണ് അദ്ദേഹം ചെയ്യിപ്പിക്കുക. അദ്ദേഹം പറയാറുണ്ട്, ആദ്യത്തെ പ്രാവശ്യമൊക്കെ ഞാനിങ്ങനെ വേറെ ആൾക്കാരെ കൊണ്ട് ഉദ്ഘാടനമൊക്കെ ചെയ്യിപ്പിച്ചത് ഉമ്മ ഉദ്ഘാടനം ചെയ്തതിൻ്റെ ശേഷം എത്ര പെട്ടെന്ന് ഇത്രയും ഷോപ്പുകൾ ഉണ്ടായെന്ന് എനിക്കറിഞ്ഞുകൂടാ. എല്ലാം ഉമ്മാനെ കൊണ്ട് ചെയ്യിപ്പിക്കണം എന്നല്ല, അതാണ് അതിൻ്റെ വൃത്തി, അതാണ് അതിൻ്റെ രീതി. ഇതേപോലെ നമ്മുടെ പിതാവ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി തുനിയും നമ്മുടെ പിതാവിനെ കൊണ്ട് ചെയ്യിപ്പിക്കണം. ഇപ്പൊ പള്ളി, മുസ്ലിം ജമാഅത്തിന്റെ ആളുകൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു 5000 രൂപക്കോ 10000 രൂപക്കോ ഒരു ആവശ്യത്തിന് വേണ്ടി വരുമ്പോ, അല്ലെങ്കിൽ 50,000 1 ലക്ഷം പള്ളിയിലേക്ക് നമ്മൾ കൊടുക്കുമ്പോ നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കല്ലേ, പകരം നമ്മുടെ പിതാവിന്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുക്ക്. എന്നിട്ട് മുസ്ലിം ജമാഅത്തുകാരോട് പറയണം, അല്ലെങ്കിൽ പിരിവിന് വരുന്ന ആളുകളോട്, അങ്ങനെ അവർ പിരിക്കുന്നത് ഒരു വീട്ടിലേക്കല്ലല്ലോ, അവർ ഇതിനെ നടത്താൻ വേണ്ടി പിരിക്കാൻ. ആ പിരിവിന് വേണ്ടി വരുമ്പോ പറയണം, നിങ്ങൾ എൻ്റെ ഉപ്പൻ്റെ അടുക്കൽ പോയിക്കോ, വാപ്പച്ചി തരും നിങ്ങൾക്കത് എന്ന്. വാപ്പച്ചിയാണോ നിങ്ങളുടെ കൂടെ ഉപ്പയാണോ? അക്കച്ചി.
അക്കച്ച് തരുമെന്ന് പറയണം. അത് തരുമെന്ന് പറയണം. അങ്ങനെ അപ്പൊ 2 പ്രതിഫലം നമുക്കുണ്ടാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. 2 പ്രതിഫലം. ഒന്നെന്താ? നമ്മൾ പിതാവിനെ ആദരിച്ചു എന്ന പ്രതിഫലം. 2 നിഷ്കളങ്കമായി നമ്മൾ അല്ലാഹുവിലേക്ക് ദാനം ചെയ്തു എന്ന പ്രതിഫലം. അതല്ലാതെ നമ്മൾ മിടുക്കന്മാരായി വലിയ ബിസിനസ്സുകാരായി നമ്മൾ തന്നെ എടുത്തു കൊടുക്കുമ്പോ നമ്മുടെ പിതാവ് അപ്പുറത്തിരിക്കാണ്, കണ്ണിൽ ചെറുതായിട്ട് വെള്ളം നിറച്ചുകൊണ്ടിരിക്കാൻ. ഒരു കാലത്ത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു കൊടുക്കാൻ, ഇന്ന് മകൻ കൊടുക്കുന്നുണ്ട്, അൽഹംദുലില്ലാ സന്തോഷം. പക്ഷെ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് കൊടുക്കാമായിരുന്നല്ലോ എന്ന ചിന്തയാണ്. അതുകൊണ്ട് നമ്മുടെ കൊടുതികളൊക്കെയും നമ്മുടെ പിതാവ് കൊടുക്കട്ടെ. എനിക്കറിയാവുന്ന ഒരു മോനുണ്ട് കോഴിക്കോട് ജില്ലയിൽ. ആ കുട്ടിയുടെ സംഭവം എനിക്കറിയാം. അവനെ പഠിച്ചു വലുതായി, അവനൊരു ജോലി കിട്ടി. ജോലി കിട്ടുന്നത് വരെ അവൻ വലിയ പ്രയാസത്തിലായിരുന്നു. ജോലി കിട്ടിയപ്പോ അവൻ നേരെ ശമ്പളം, ആദ്യത്തെ ശമ്പളം അവന് കിട്ടി 15,000 20,000 മറ്റോ. അത് നേരെ കൊണ്ടുപോയി കൊടുത്തത് ഉമ്മന്റെ കയ്യിലാണ്. എന്നിട്ട് ഉമ്മനോട് പറഞ്ഞു, ഉമ്മ നിങ്ങളിത് വാപ്പച്ചിക്ക് കൊടുക്കണം, അക്കച്ചിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ ഈ സമയത്ത് ഉമ്മ പറയാണ്, മോനെ നീ തന്നെ കൊണ്ടുപോയി കൊടുക്ക്, വാപ്പക്ക് വല്ലാത്ത സന്തോഷാകും. ആ സമയത്ത് മോൻ പറഞ്ഞത് എന്താണെന്നറിയോ? ഉമ്മ, ഞാൻ ഇതുവരേക്കും ഉപ്പയുടെ കയ്യിൽ നിന്ന് പൈസ സ്വീകരിക്കുമ്പോ, ചോക്ലേറ്റിന് വാങ്ങിക്കുമ്പോ, ഫീസ് വാങ്ങിക്കുമ്പോ, എനിക്ക് ആവശ്യത്തിന് വാങ്ങിക്കുമ്പോ എൻ്റെ കൈ ഇങ്ങനെ താഴെയും എൻ്റെ ഉപ്പയുടെ കൈ ഇങ്ങനെ മുകളിലുമായിരുന്നു ഉമ്മ. ഇന്ന് ഞാൻ എൻ്റെ ശമ്പളം അങ്ങോട്ട് കൊടുക്കുമ്പോ എൻ്റെ ഉപ്പയുടെ കൈ താഴെയായി പോകും, എൻ്റെ കൈ മുകളിലായി പോകും. അതെനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഉമ്മ എന്നാണ് ഈ മകൻ മറുപടി പറയുന്നത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യണം എന്നല്ല പറഞ്ഞത്. ആദരവുള്ള മക്കൾ പിതാവിനെ ആദരിക്കുന്നത് അങ്ങനെയാണ്. ആദരവുള്ള മക്കൾ മക്കളെ ആദരിക്കുന്നത് അങ്ങനെയാണ്. ഈ ഒരു സാഹചര്യമാണ് നമ്മുടെ കുടുംബത്തിലേക്ക് കൊണ്ടുവരേണ്ടത്. ഞാൻ ആദ്യം പറഞ്ഞത് മക്കളെ ആധുനിക കാലഘട്ടത്തിൽ ആദരിക്കുന്നത് പോലെ ആദരിക്കണം. ഞാൻ പറയാ, ആധുനിക തലമുറയിലെ കുട്ടികളെ നമ്മൾ സൈക്കോളജിസ്റ്റുകൾ അനലൈസ് ചെയ്തതാണ്. അവർക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. ഒന്നാമത്തെ ക്വാളിറ്റി തെഫ്റ്റ് മെന്റാലിറ്റി കുറവാണ്. കക്ക എന്നുള്ള കളവ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അത് കുറവാണ് പുതിയ തലമുറയിലെ കുട്ടികൾക്ക്. 1 സെന്റിന് വേണ്ടി പഴയ തലമുറക്കാൾ വഴക്ക് കൂടിയിരുന്നു. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കേസ് കൊടുത്തിരുന്നു. അവനവന്റെ അതിരിൽ ഒരു രേഖയിടാൻ വേണ്ടിയിട്ട് പോലീസും സന്നാഹവും വരണമായിരുന്നു. 1 സെന്റിന് വേണ്ടി ഒരേ മാതാവിന്റെ ഗർഭാശയത്തിൽ നിന്ന് വന്നവർ പരസ്പരം വഴക്ക് കൂടുമായിരുന്നു. പക്ഷേ പുതിയ തലമുറയിൽ നിന്ന് നിങ്ങളത് പ്രതീക്ഷിക്കണ്ട. പുതിയ തലമുറ ഒരിക്കലും ഇനി 1 സെന്റിന് വേണ്ടി വഴക്ക് കൂടില്ല. കാരണം അവർക്ക് സ്വന്തം വീട് വെക്കണം തന്നെ ആഗ്രഹമില്ല. പിന്നെന്തിനായി 1 സെന്റ് ഭൂമി എന്നതാണ്. പുതിയ തലമുറക്ക് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട്. നമ്മൾ അവരുടെ നെഗറ്റീവ് മാത്രമേ കാണൂ. പുതിയ തലമുറ ഒരുപാട് ഉയർന്നു പോയവരാണ്. ഞാനൊരു അധ്യാപകനാണ്. പഴയ കാലത്തെ വിദ്യാർത്ഥികളൊക്കെ ഇങ്ങനെ വന്ന് ഭവ്യതയോട് കൂടിയിട്ടാണ് നിൽക്കുക. ഇപ്പോഴത്തെ വിദ്യാർത്ഥികളൊക്കെ തുറന്ന് കാര്യം പറയും. എനിക്കത് ഇഷ്ടമാണ്. അങ്ങനെ പറയുന്ന കുട്ടികൾ അന്നത്തെ കാലത്ത്, ഉദാഹരണത്തിന് സർ, നിങ്ങൾ ആ പറഞ്ഞ കാര്യത്തിൽ ഞാൻ സെർച്ച് ചെയ്തു. ആ സെർച്ച് ചെയ്ത സമയത്ത് അഗസ്റ്റ് ഹാംറ്റെ പറയുന്നത് ഇങ്ങനെയല്ല എന്നൊക്കെ കുട്ടികൾ ഇങ്ങോട്ട് പറയും ഉദാഹരണത്തിന്. അപ്പൊ ഞാൻ പറയും, മോനെ ഇന്ന ഗ്രന്ഥത്തിൽ അങ്ങനെയുണ്ട്. ഞാനൊരു ഉദാഹരണം പറയണേ, എന്നോട് അങ്ങനെ ചോദിച്ചിട്ടൊന്നുമില്ല, ഞാൻ പറയാണ്. കുട്ടികൾ അഭിപ്രായം പറയുന്നവരാണ്. കുട്ടികൾക്ക് സ്വന്തമായ അഭിപ്രായമുള്ളവരാണ്. ജീവിക്കാൻ ആഗ്രഹമുള്ളവരാണ്. അതുകൊണ്ട് അവർ തുറന്ന മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. സ്വന്തം പിതാക്കന്മാർ എപ്പോഴും അവരുടെ മുമ്പിൽ ഇങ്ങനെ ഭയങ്കര ഗൗരവത്തോടു കൂടി നിൽക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നേയില്ല. പിതാക്കന്മാർ അവരുടെ കാഴ്ചപ്പാടിൽ എങ്ങനെയാണെന്നറിയോ? അവരോടൊപ്പം കളിക്കുന്ന, അവരോടൊപ്പം ഓടിക്കളിക്കുന്ന, അവരോടൊപ്പം കുളത്തിലേക്ക് കുളിക്കാൻ പോകുന്ന ആൺകുട്ടികളെയും കൊണ്ട് പോകുമ്പോൾ നമ്മൾ ആൺകുട്ടികളെ പിടിച്ചിട്ട് കുളത്തിലേക്ക് ഉന്തുക, പൂളിലേക്ക് ഉന്തുക. ഇതേപോലെ തന്നെ നമ്മുടെ 2 ആൺകുട്ടികൾ 2-3 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർ വന്നിട്ട് പിതാവിനെ പിടിച്ചിട്ട് പൂളിലേക്ക് ഉന്തുക. അതായിരിക്കണം ജീവിതം. അല്ലാതെ പഴയതുപോലെ ഇങ്ങനെ ഭയങ്കര കർക്കശ സ്വഭാവത്തോടു കൂടി ഇരിക്കുന്ന പിതാക്കന്മാരല്ല നമ്മൾ ആകേണ്ടത്. മക്കളോട് ഫ്രണ്ട്സ് ആയിട്ട് പെരുമാറണം. കുട്ടികളുടെ കൂടെ കളിക്കണം, കുട്ടികളെ കളിപ്പിക്കണം. ഇത് പുതിയ കളിയൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് അങ്ങനെ തന്നെ നടന്നത്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, മസ്ജിദുൻ നബവിയിൽ അന്ന് ഒരുപാട് ധർമ്മ സമരത്തിലേക്ക് ആളുകളെ പറഞ്ഞയച്ച് ബേജാറോടുകൂടി നിൽക്കുന്ന പ്രവാചകനെ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതേ സമയം തന്നെ വീട്ടിലേക്ക് വന്നാൽ വീട്ടിൽ ഞങ്ങളെ അതേ ദിവസം തന്നെ പുറത്തിരുത്തിയിട്ട് ആനയായി കളിപ്പിക്കുമായിരുന്നു എന്ന് ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്. ആനയായി കളിപ്പിക്കുന്ന പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം 23 കൊല്ലം കൊണ്ട്
23,000 കൊല്ലത്തിന്റെ കഥകൾ ചെയ്യാനുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബാക്കി 23 കൊല്ലം 40 വയസ്സിന് ശേഷം ജീവിച്ചത്. ഇത്രയും കാലം ചെയ്യണം, ഇത്രയും കാര്യങ്ങൾ ചെയ്യണം. ഓരോ സെക്കൻഡുകൾക്കും 1 കോടി വർഷത്തിന്റെ വിലയുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരുന്നത് എന്താണെന്നറിയോ? ഭാര്യ വന്നിട്ട് ചോദിക്കാണ്, ആയിഷ റളിയല്ലാഹു തആല വന്നിട്ട് ചോദിക്കാണ്, നമ്മളൊന്ന് ഓടല്ലേ എന്ന് ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകെ എല്ലായിടത്തേക്കും നോക്കിയിട്ട് പറഞ്ഞു, അതെ ഓടാന്ന്. ഇത് നമ്മുടെ ഭാര്യ നമ്മളോട് വന്ന് ചോദിച്ചാൽ എങ്ങനെ ഉണ്ടാവും? നമ്മളതിലും ഭയങ്കര ഫിക്കറുള്ള ആൾക്കാരാണ്, അതാ പ്രശ്നം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ അപ്പുറത്ത് വലിയ ഫിക്കറൊന്നും നമുക്കുണ്ടാവില്ലല്ലോ. എന്നിട്ട് പറഞ്ഞു, ആ ഓടാം. അങ്ങനെ രണ്ടുപേരും ഓടി. ചരിത്രത്തിന്റെ ഭാഗമാണ്. ആയിഷ റളിയല്ലാഹു തആലയെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓട്ട മത്സരം നടത്തി. അള്ളാഹു സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും കരുത്തും ഏറ്റവും സൗകുമാരികതയും ഏറ്റവും സുമുഖതയും എല്ലാം ഉള്ളത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കാണ്. അതുകൊണ്ട് എന്തായാലും എവിടെ ഓടിയാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമേ ജയിക്കൂ. അത്ര വലിയ കരുത്താ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യത്തിൽ ജയിച്ചു. അപ്പൊ ആയിഷ ബീവിക്ക് പത്നിക്ക് ഭയങ്കര സങ്കടമായി. ഈ തോറ്റവരാണല്ലോ ഇനിയും ഓടണം എന്ന് പറയാ. ആയിഷ ബീവി പറഞ്ഞു, നമ്മൾ ഒന്നും കൂടി ഓടല്ലേ എന്ന് ചോദിച്ചു. വീണ്ടും കൂടി ഒന്ന് ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ആയിഷ ബീവിയുടെ സങ്കടവും പ്രയാസവും ഒക്കെ മാനിച്ചുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആയിക്കോട്ടെ ഓടാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഫാത്തിമ ബീവിയോട് പറയാണ്, മോളെ, നിന്റെ ഉപ്പ എന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത്തെ പ്രാവശ്യം എനിക്ക് വേണ്ടി തോറ്റു തന്നു മോളെ, ജയിക്കുമായിരുന്നിട്ടും എനിക്ക് വേണ്ടി തോറ്റു തന്നു. ഇതൊരു കേവല രംഗമായി നമ്മൾ കാണരുത്. എപ്പോഴും ഭർത്താക്കന്മാരായ നമുക്കൊരു തോന്നലുണ്ടാകും, നമ്മൾ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ എന്ന്. അങ്ങനെയല്ല, ഇടക്കൊക്കെ ഭാര്യമാര് ജയിക്കട്ടെ. ഭാര്യമാര് ജയിക്കുക എന്ന് പറഞ്ഞാൽ ആരും അതിലൊരു ജാള്യതയും കരുതണ്ട. ഭാര്യയും ഭർത്താവും ഇസ്ലാമികപരമായി ഈക്വലാണ്. സൗജ് എന്ന പേരാ വിളിച്ചിട്ടുള്ളത്. ഉത്തരവാദിത്വം പുരുഷന്റെ പേരിലാണ് കൊടുത്തിട്ടുള്ളത്. ഉത്തരവാദിത്വം കൂടുതൽ പുരുഷനാണ്. അപ്പൊ സ്ത്രീകളായ നമ്മുടെ സഹോദരിമാർക്ക് തോന്നും, അള്ളാഹു ഈക്വാലിറ്റി. ഇന്ന് കോളേജുകളിലൊക്കെ ജെൻഡർ ഈക്വാലിറ്റിയെ കുറിച്ച് സംസാരിക്കുന്ന ഒരു സമയമാണ്. ജെൻഡർ ഈക്വാലിറ്റി ചർച്ച ചെയ്യുന്ന ഒരു കാലത്താണ്. അപ്പൊ നമ്മുടെ പെൺകുട്ടികൾ പ്രത്യേകിച്ചും ചിന്തിക്കണം. ക്യാമ്പസിലൊക്കെ പോയാൽ കുട്ടികൾ ചോദിക്കുന്ന ചോദ്യമാണ്, അഥവാ സാക്ഷിത്വം പറയുമ്പോ ഞങ്ങൾ 4 ആൾക്കാർ വേണം, പുരുഷന്മാര് 2 ആൾ മതിയല്ലോ, അപ്പൊ ഞങ്ങളെ ഒന്ന് താഴ്ത്തി കെട്ടിയില്ലേ എന്നവർ ചോദിക്കാറുണ്ട്. ജസ്റ്റ് ഒരു ചോദ്യമാണ്. അവിടെ നിങ്ങൾ മനസ്സിലാക്കണം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാര് മനസ്സിലാക്കണം. എന്താണെന്നറിയോ? സാക്ഷിത്വം നിൽക്കുമ്പോൾ എവിടെയാ നിന്നത് സാഹചര്യം മനസ്സിലാക്കണം. കടം കൊടുക്കുന്നിടത്ത് 4 പെണ്ണുങ്ങൾ സാക്ഷി നിൽക്കണം. കടം കൊടുക്കുന്നിടത്ത് 2 ആണുങ്ങൾ മാത്രം സാക്ഷി നിന്നാൽ മതി. അതെന്താ അതിന്റെ സീക്രട്ട്? കടമെന്ന് പറഞ്ഞാൽ ഒരു ഉത്തരവാദിത്തമാണ്. ഉദാഹരണത്തിന്, ഞാൻ ഇദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കുമ്പോ ഇവര് 2 പേരും സാക്ഷി നിന്നാൽ, ഞങ്ങൾ തമ്മിൽ പ്രശ്നമായാൽ അത് തീരുമാനിക്കേണ്ടത് ഇവരാണ്. ആയത്തുദ്ദൈൻ, വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്ത് കടവുമായി ബന്ധപ്പെട്ടിട്ടാണ് വന്നിട്ടുള്ളത്. സൂറത്തുൽ ബഖറയിൽ ഒരു പേജ് ഒന്നാകെ ഒറ്റ ആയത്താണ്. തുടക്കം മുതൽ ആ പേജ് അവസാനിക്കുന്നത് ആയത്തിലൂടെയാണ്. അതിനിടയ്ക്ക് വേറെ ആയത്തൊന്നുമില്ല. ഇത്രയും വലിയ ആയത്ത്, അതിൽ 2 സാക്ഷി വേണമെന്ന് പറയുന്നു. അതിന്റെ അർത്ഥം സാമ്പത്തികം അവർ തമ്മിൽ പ്രശ്നങ്ങളായാൽ അത് ഏറ്റെടുക്കാനുള്ള കരുത്ത് സാക്ഷികൾക്കുണ്ടാകണം. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ വല്യപ്പ മുത്തവല്ലിയായിരുന്നു. ഇവിടെ മുത്തവല്ലി സിസ്റ്റർ ഉണ്ടാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഈ മുസ്ലിം ജമാഅത്തിനെ മൊത്തത്തിൽ കൊണ്ടെടുക്കുന്ന പള്ളിക്ക് ഒരു മുത്തവല്ലി ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു പ്രസിഡന്റ്. അങ്ങനെ അതിന്റെ നേതൃത്വത്തിലിരുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് കടങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവൻ തന്നിട്ടില്ലെങ്കിൽ ഞാൻ തരാം എന്നവർ പറയാറുണ്ട്. ഞാൻ തരാം. ആ പറച്ചിൽ പറയാനാണ് 2 ആണുങ്ങളെ വെച്ചത്. എന്നാൽ പാവങ്ങളാണ് സ്ത്രീകൾ, അവർക്ക് ഉത്തരവാദിത്വം ഒരുപാടുണ്ട്. അതുകൊണ്ട് ഈ കടത്തിന്റെ ഉത്തരവാദിത്വം കൂടി കൊടുക്കണ്ട. അതുകൊണ്ട് 4 പേര് ഷെയർ ചെയ്തോട്ടെ. ആണുങ്ങളെ നിങ്ങൾ 2 പേരത് തീർത്തിരിക്കണം എന്നതാണ് അതിന്റെ അർത്ഥം. ഇനി അതിന്റെ മറുവശം പറയാം. ഒരു സ്ത്രീയെ പറ്റി ആരെങ്കിലും അപവാദം പറഞ്ഞാൽ, ഒരു സ്ത്രീയെപ്പറ്റി മോശമായി പറഞ്ഞാൽ, ആ സ്ത്രീ മോശക്കാരിയാണ് എന്ന് 1 ആണ് വന്ന് പറഞ്ഞാൽ സ്വീകരിക്കില്ല, 2 ആണ് പറഞ്ഞാൽ സ്വീകരിക്കില്ല, 3 ആണ് പറഞ്ഞാൽ സ്വീകരിക്കില്ല. 4-മൻ കടന്നു വരണം. അഥവാ 4 ആണുങ്ങൾ സാക്ഷി നിന്നാലാണ് അവിടെ ഒരു പെണ്ണിന് 4 ആണാണ് ഈക്വാലിൽ. നമ്മൾ ഈക്വാലിറ്റിയെ പറ്റി പറയുമ്പോൾ ഇതും കൂടി പറയണ്ടേ? ഒരു പാവം പെണ്ണിനെ കുറ്റപ്പെടുത്തുമ്പോ ആ പെണ്ണ് ഒറ്റയ്ക്ക് വാദിക്കാണ് ഞാൻ മോശക്കാരിയല്ല എന്ന്. 3 ആണ് വന്ന് പറഞ്ഞാലും സ്വീകരിക്കൂല. ആ പെണ്ണ് തന്നെ വിജയിക്കുന്നു. കാരണം അത്രമാത്രം അല്ലാഹു പെണ്ണുങ്ങളെ ആദരിച്ചിരിക്കുന്നു. അവൾക്കൊരു മോശം കാര്യം വന്നാൽ, അവളെ ആരെങ്കിലും അധിക്ഷേപിച്ചാൽ, ആണുങ്ങളെ നിങ്ങൾ 3 ആള് വന്ന് പറഞ്ഞിട്ടും കാര്യമില്ല,
അവള് പാവമാണ്. നിങ്ങൾ 3 ആള് വന്നാലും കാര്യമില്ല, 4ാമത്തെ ആളും വന്നാൽ ഒരു നീതിബോധം എന്ന അർത്ഥത്തിൽ ഹദീസിൽ അതിന്റെ വാക്കുകൾ എന്നുണ്ട്. ഞാൻ മൈക്കിലൂടെ പറയുന്നത് നിങ്ങൾ കിതാബിലൂടെ പഠിക്കേണ്ടതാണ്. അത്ര വ്യക്തമായി കണ്ടാൽ മാത്രമേ ഈ 4 ആണുങ്ങളെ സ്വീകരിക്കൂ എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ നമ്മുടെ സത്യത്വം പഠിപ്പിക്കുകയാണ്. എവിടെയാണ് ഇവിടെ ഇൻജസ്റ്റിസ് ഉള്ളത്? സത്യത്തിൽ സ്ത്രീകൾക്കാണ് കൂടുതൽ ജസ്റ്റിസ് തന്നിട്ടുള്ളത്. കാലം നമ്മൾ വായിക്കണം. ടിപ്പു സുൽത്താനെ പറ്റി പറയുമ്പോൾ ആ കാലം നമ്മൾ ഓർക്കണം. ആ കാലത്ത് നടത്തി മാറ്റരുത്. കുറെ കഴിഞ്ഞാൽ ഗാന്ധിജി പോലും ചിലപ്പോൾ അപ്രത്യക്ഷമായേക്കാം. ഗാന്ധിജിയുടെ കാലം നമ്മൾ പഠിക്കണം. ഗാന്ധിജി എന്താ ചെയ്തത് എന്ന് ഇതേപോലെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമാണ്. റസൂലുള്ളാഹിയുടെ കാലത്ത് സ്ത്രീകൾക്ക് സ്വത്തവകാശമില്ലാത്ത കാലം. അത് ഇസ്ലാം കൊണ്ടെന്നതല്ല. ഇസ്ലാമിന് മുമ്പുള്ള ഒരുപാട് ആളുകളുടെ പേക്കൂത്തുകളായിരുന്നു. എന്ത്? പെണ്ണുങ്ങൾക്ക് സ്വത്തില്ലായിരുന്നു, അവർക്ക് സ്വത്ത് കൊടുക്കണമെന്ന് പറഞ്ഞത് പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. വിധവകൾ അഥവാ ഭർത്താക്കന്മാർ മരിച്ചുപോയവരെ സഹായിക്കണമെന്ന് പറഞ്ഞത് റസൂലുള്ളാഹിയാണ്. ഫസ്റ്റ് ടൈം ഇൻ ദിസ് വേൾഡ്, നിങ്ങളൊന്ന് സെർച്ച് ചെയ്ത് നോക്കൂ, ലോകത്തിൽ ആദ്യമായി സ്ത്രീകൾക്ക് വേണ്ടി ഇത്രയും കാര്യം പറഞ്ഞത് ദി പ്രൊഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അത് ഒരുപാട് കാര്യങ്ങളാണ്. പറഞ്ഞ് അവസാനം എത്ര വരെ പറഞ്ഞെന്നറിയോ? എൻ്റെ പ്രിയപ്പെട്ട ആണുങ്ങളെ, നിങ്ങൾ വീട്ടിലേക്ക് എന്തെങ്കിലും ഒരു മധുരപലഹാരമോ കാര്യങ്ങളോ കൊണ്ടുപോകുമ്പോ നിങ്ങളുടെ പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കണേ എന്ന് വരെ പറഞ്ഞു. നിങ്ങളുടെ പെൺകുട്ടികളുടെ കയ്യിൽ കൊടുക്കണം. ഏതാത് കാലം? പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലാണ്. ഇത് കേവല വർത്താനല്ല, ഹിസ്റ്ററിയിൽ പോലും ഡാർക്ക് ഏജ് എന്നാ പറഞ്ഞിട്ടുള്ളത്. സ്ത്രീകളെ, അത് പെണ്ണാണ് നിറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടിയെ കുഴിച്ചു മൂടിയിരുന്ന കാലം. സഹാബാക്കൾ വളരെ പ്രധാനപ്പെട്ട ഒരാൾ സഹാബിയാകുന്നതിന് മുമ്പേ 6ലേറെ പെൺകുട്ടികളെ കുഴിച്ചു മൂടിയ സംഭവം അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. പേര് ഞാൻ പറയുന്നില്ല, നെഗറ്റീവുകൾ പറയണ്ട. അത്രമാത്രം ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് കുട്ടികളെ കുഴിച്ചു മൂടിയിരുന്ന ആളുകളായി ഇവര്. ആ കാലഘട്ടത്തിലാണ് എന്താകുന്നത്? നമുക്ക് ഇത്ര വലിയ സ്ഥാനം തന്നത്. എന്നിട്ട് കാലങ്ങൾക്ക് ശേഷം ആരൊക്കെയോ നമ്മളോട് ചോദിക്കാണ്, എവിടെ പെണ്ണുങ്ങൾക്ക് സ്ഥാനമെന്ന്, എവിടെ സ്ത്രീകൾക്ക് സ്ഥാനമെന്ന്. അതുകൊണ്ട് നമ്മൾ അതിലേക്ക് പോകരുത്. നമ്മുടെ ചിന്ത മുഴുവനും എന്തായിരിക്കണം? അള്ളാഹു നമുക്ക് വല്ലാത്ത സ്ഥാനം തന്നു എന്നതാണ്. അപ്പൊ നമ്മുടെ വീട്ടിലേക്ക് പോകുമ്പോൾ ഇനി നമ്മൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. കുറച്ച് കാര്യങ്ങൾ വീടുമായി ബന്ധപ്പെട്ടത് പറഞ്ഞോട്ടെ. ഒന്നാമതുണ്ടാക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഈ പറയുന്ന രീതിയിൽ ഒരു കാര്യദർശിയായ ഒരു ഉടമസ്ഥൻ ഉണ്ടാകണം. വിഷണറിയായ ഒരു ലീഡർ ഉണ്ടാകണം. അതുകൊണ്ട് ആണായാലും പെണ്ണായാലും ഉഴപ്പന്മാരായി മാറരുത്. കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ എന്താണ്? 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ നടപ്പിലാക്കണം. ആ 5 കാര്യങ്ങൾ ചുരുങ്ങിയത്. അതിലൊന്ന് ദീനീപരമായ അന്തരീക്ഷം ഉണ്ടാകണം. ദീനീപരമായ അന്തരീക്ഷമാണ് നമ്മൾ നേതൃത്വം കൊടുക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, തർബിയത്തിന്റെ, കുട്ടികൾക്ക് സംസ്കരണം പഠിപ്പിക്കുന്നതിന്റെ പ്രത്യേകമായി, അത് ദീനിന്റെ ഭാഗം തന്നെയാണ്, അതുണ്ടായിരിക്കണം. കുട്ടികൾക്ക് എങ്ങനെയാണ് ഡീസൻസി പഠിപ്പിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളോടുള്ള പെരുമാറ്റം പഠിപ്പിക്കേണ്ടത്, വെള്ളം കുടിക്കുമ്പോൾ ഇവിടെ ശബ്ദിക്കാതെ എങ്ങനെയാണ് വെള്ളം ഇറക്കേണ്ടത്. ഇതൊക്കെ നിസ്സാര കാര്യമായിട്ട് നമുക്ക് തോന്നും. ആൾക്കൂട്ടത്തിൽ വെച്ച് വെള്ളം കുടിക്കുമ്പോ ഇവിടെ നിന്നിങ്ങനെ ഇറക്കുന്ന സമയത്തുള്ള ശബ്ദം പോലും വരാതെ എങ്ങനെയാണ് മോനെ വെള്ളം കുടിക്കേണ്ടത് എന്ന്, എങ്ങനെയാണ് മോനെ വെള്ളം കുടിക്കേണ്ടത് എന്ന് നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കണം. പുറത്തൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണത്. പുറത്തൊക്കെ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമാണ്. എത്രത്തോളം ഭാഗമാണെന്നറിയോ? നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാൽ എങ്ങനെയാ പെരുമാറേണ്ടത്, ഇതാ നമ്മുടെ കുട്ടികൾക്കറിയില്ല, നമ്മൾ പഠിപ്പിച്ചിട്ടില്ല. സ്കൂളിലോ അതൊട്ട് വരുന്നുമില്ല. സ്കൂളിൽ ഈ പറയുന്ന 10 വിഷയം 10ാം ക്ലാസ് വരെ പഠിച്ചിട്ടും എങ്ങനെ ഹൗ ടു ഡീൽ എന്നുള്ള പദം വരുന്നില്ല. എങ്ങനെ നമ്മൾ ഗസ്റ്റുകളെ ഡീൽ ചെയ്യണം. നമ്മളെ വീട്ടില് കല്യാണം പറയാൻ, മംഗല്യം പറയാൻ, വിവാഹം പറയാൻ ദാ ഇങ്ങനെ വന്നിട്ട് ആളുകൾ നിൽക്കുകയാണ്. കോളിംഗ് ബെല്ല് നിൽക്കുകയാണ്. കോളിംഗ് ബെല്ല് നെക്കി ഒരുപാട് നെക്കിയിട്ടും ഒരുപാട് കോളിംഗ് ബെല്ല് അടിച്ചിട്ടും അവസാനം ഈ വീട്ടുകാരി എപ്പോഴോ ഒന്ന് പുറത്തേക്ക് വരിക. എന്താ കാര്യം? മൂത്ത മകൻ ഇവിടെ ഫേസ്ബുക്കിലാണ്, ഇളയ മകൾ ഇവിടെ പിന്നെ വേറെ എന്താ വാട്സപ്പിലാണ്, മറ്റേ കുട്ടി അവിടെ ഗെയിമിലാണ്. ഈ പാവം വന്നിട്ടൊന്ന് ബെല്ലടിച്ചിട്ട് ഒന്ന് പുറത്തേക്ക് വന്നിട്ട് ഇക്കാ ഒന്ന് കേറിയിരിക്കുന്നെന്ന് പറയാനുള്ള സംസ്കാരം പോലും അറിയാത്തവരായി പോയി നമ്മുടെ മക്കൾ. അതിനെ കുട്ടികളെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. നമ്മുടെ സിലബസാണ് ഇതിന്റെ കാരണം. ഞാൻ സിലബസിനെ ഇകഴ്ത്തുകയല്ല. നമ്മുടെ സിലബസിൽ സ്കൂളിൽ പോലും പഠിപ്പിക്കുന്നില്ല ഹൗ ടു ഡീൽ ഗസ്റ്റ് എന്നുള്ളത്. ഒരു ഗസ്റ്റിനെ എങ്ങനെയാ ഡീൽ ചെയ്യേണ്ടത് എന്ന്. ഇങ്ങനെ ഒന്നും റോഡിലൂടെ പോകുമ്പോൾ ഏത് ഭാഗമാണ് നമ്മൾ നടക്കേണ്ടത് എന്ന് പോലും നമ്മുടെ സിലബസുകളിലില്ല. പുറത്തൊക്കെ പോകുമ്പോൾ സിലബസ് മുഴുവൻ അതാണ്.
എങ്ങനെയാണ് ഫംഗ്ഷനിൽ പങ്കെടുക്കേണ്ടത്, എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ആളുകളുടെ മുമ്പിൽ ഒരു കാര്യം അവതരിപ്പിക്കേണ്ടത്, ഇതൊന്നും നമ്മളെ കുട്ടികൾക്കറിയില്ല. എങ്ങനെയാണ് ഫ്രണ്ട്സ് മേക്കിംഗ് പോസിറ്റീവായിട്ട് ചെയ്യേണ്ടത്. നമുക്ക് സുഹൃത്തുക്കൾ ഉണ്ടാകും. ആ സുഹൃത്തുക്കൾ ഇൻഡിവിജ്വൽ സോണിൽ ആരായിരിക്കണം, നോർമൽ സോണിൽ ആരായിരിക്കണം, പേഴ്സണൽ സോണിൽ ആരായിരിക്കണം, നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്നില്ല. അതുകൊണ്ട് എന്തായി, അവനെ സ്നേഹിക്കുന്ന ആളുകളൊക്കെ ഈ സോണിലേക്കായി മാറുകയാണ്. ആ കുട്ടികളിൽ ഒരു പക്ഷേ മോശക്കാരുണ്ടാകാം, ചിലപ്പോൾ ഡീവിയേറ്റ് ചെയ്യുന്നവരുണ്ടാകാം. അതൊന്നും നമ്മൾ നോക്കുന്നില്ല. അവന്റെ ഫ്രണ്ട്സിനെ പോലും നമ്മൾ അനലൈസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തായി, സൗകര്യപൂർവ്വം കുട്ടികൾ ഇവിടെയല്ലട്ടെ, ഈ കുമ്മനം ഭാഗത്തല്ല, പക്ഷെ കേരളത്തിന്റെ ഒരുപാട് ഭാഗങ്ങളിൽ ഇപ്പൊ കുട്ടികൾ ഡ്രഗ്സിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി 1-2 കാര്യം പറഞ്ഞോട്ടെ. ഡ്രഗ്സിന് 4 ഘട്ടങ്ങളുണ്ട്. ആ 4 ഘട്ടങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് തുടക്കത്തിന്റെ ഘട്ടമാണ്. ആ തുടക്കത്തിന്റെ ഘട്ടത്തിൽ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ അവന് പടിപടിയായി കയറിപ്പോയിക്കൊണ്ടിരിക്കും. പക്ഷെ ആദ്യത്തെ ഘട്ടം നമുക്ക് തിരിച്ചറിയില്ല. കാരണം ആദ്യത്തെ ഘട്ടത്തിൽ അതിന് പറയുന്ന പേര് ടോളറൻസ് എന്നാണ്. ടോളറൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ദിവസം ഒന്ന് ഉപയോഗിക്കുന്നു, അതിന്റെ ഡോസ് കൂടി അത് അടുത്ത ദിവസം ഉപയോഗിക്കുന്നു, അതിന്റെ അപ്പുറത്ത് അടുത്ത ദിവസം വേറെ ഉപയോഗിക്കുന്നു. ഇതിനെയാണ് ടോളറൻസ് എന്ന് പറയുക. അതത് സമയങ്ങളിൽ ടോളറേറ്റ് ചെയ്യുക ഓരോന്നിനോട്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ആദ്യത്തെ ദിവസം സിഗരറ്റാ വലിച്ചതെങ്കിൽ ഒരു 4-5 ദിവസം സിഗരറ്റ് വലിച്ചങ്ങനെ പോയാൽ, പണ്ടത്തെ ആളുകളൊക്കെ ചിലപ്പോൾ സിഗരറ്റ് വലി തന്നെ 30 കൊല്ലമൊക്കെ കൊണ്ടുപോകാറുണ്ട്. അങ്ങനെയല്ല ഇപ്പോഴത്തെ കുട്ടികൾ. സിഗരറ്റ് വലി ഒരു 1 വീക്ക്, അത് കഴിഞ്ഞാൽ നേരെ മരിജുവാനയിലേക്ക് കടക്കും. അതുവഴി സിഗരറ്റിന്റെ ഉള്ളിൽ മരിജുവാന എന്ന് പറയുന്ന കഞ്ചാവ് കൊടുത്തുകൊണ്ട്, അതിന് മരിജുവാന എന്നാ പറയാ, അത് കൊടുത്തുകൊണ്ട് വലിപ്പിക്കും സുഹൃത്തുക്കൾ. അപ്പൊ അവനൊന്നും കൂടി ഡോസ് കൂടി. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഈ കാണുന്ന കഞ്ചാവിൽ തന്നെ ഒരു സാധനം പുരട്ടിയാൽ കൂടുതൽ വീര്യമുണ്ട്. ഞാൻ കുട്ടികളിൽ നിന്ന് മനസ്സിലാക്കിയത്, ഉപയോഗിക്കുന്നവരെ കൗൺസിലിംഗ് നടത്തുമ്പോൾ അവർ പറയുന്നതാണ്, ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്. ഞാൻ അതിന്റെ പേരൊന്നും പറയുന്നില്ല. അത് ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടി ഡോസ് കൂടും. അപ്പൊ അവന് തോന്നും ഇനി LSD വേണമെന്ന്, അതും എത്തിക്കാൻ ആളുകളുണ്ട്. പിന്നെ ചിലർക്ക് തോന്നും അതിൻ്റെ അപ്പുറത്തേക്ക് MDMA വേണമെന്ന്, ചില ആളുകൾക്ക് തോന്നും അതിൻ്റെ അപ്പുറത്തേക്ക് കൊക്കൈനും ഹാഷിഷൊക്കെ വേണമെന്ന്. ഇങ്ങനെ ഓരോന്നായിട്ട് കയറി പോകുന്നതിന്റെ പേരാണ് ടോളറൻസ്. ഈ ടോളറൻസ് എന്ന് പറയുന്ന സാധനം കൂടി വരുമ്പോൾ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് അവൻ കടക്കും. അപ്പോഴാ നമ്മൾ തിരിച്ചറിയ. സത്യത്തിൽ ആദ്യത്തിൽ അത്ര തിരിച്ചറിയില്ല. പണ്ടൊക്കെ വേഗം തിരിച്ചറിയായിരുന്നു. കാരണം കണ്ണ് ചോക്കുന്നത് കാണുമ്പോൾ, കണ്ണിന്റെ ചുവപ്പ് കാണുമ്പോൾ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാവരെന്തോ ഉപയോഗിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഇന്ന് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത്, ഐ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള മരുന്ന് കൂടി കൊടുക്കുന്നുണ്ട്. ഈ ഉപയോഗിപ്പിക്കുന്നവരെന്നെ മരുന്ന് കൊടുക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിൽ ഈ ഡ്രോപ്പും കൂടി കൊടുക്കണം. മോനെ നീ വീട്ടിലേക്ക് പോകുമ്പോൾ ഇത് ഉറ്റിച്ചിട്ട് പോയാൽ മതി. കുമ്മനത്തോ കോട്ടയത്തോ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ നടക്കുന്നത്. അങ്ങനെ കൂടി വരുന്നു. അപ്പൊ ഏതിലേക്ക് കടക്കും? സാലിയൻസ് എന്നതിലേക്ക് കടക്കും. എന്താ സാലിയൻസ്? ഞാൻ എന്റെ സൈക്കോളജിയാ പറഞ്ഞത്. സാലിയൻസ് എന്ന് പറഞ്ഞാൽ ഇതില്ലാതെ എനിക്കൊരു ജീവിതമില്ല എന്നവന് തോന്നലാണ് സാലിയൻസ്. അങ്ങനെ രാവിലെ വിറയാൻ തുടങ്ങും. അവരിങ്ങനെ കിടന്നിട്ട് ചിലപ്പോൾ തുള്ളാൻ തുടങ്ങും. അവനത് കിട്ടാതെ നിവൃത്തിയില്ല എന്ന് തുടങ്ങും. ചിലപ്പോൾ മുടി പിടിച്ച് വലിക്കാൻ തുടങ്ങും, ചിലപ്പോൾ അലറി വിളിക്കാൻ തുടങ്ങും. അങ്ങനെ സാലിയൻസ് പിന്നെ നേരെ അതിൻ്റെ അപ്പുറത്തേക്ക് കയറും. അതിൻ്റെ പേരാണ് വിത്ഡ്രോവൽ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ വിറച്ച് ആളുകൾ അടിക്കാൻ തുടങ്ങും, ഓരിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങും. ചിലപ്പോൾ ചങ്ങലകളിൽ ബന്ധിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ പോകും. 4ാമത്തെ സ്റ്റേജ് സൂയിസൈഡ് അറ്റംപ്റ്റ് ആണ്. ഇങ്ങനെ അവൻ പോയാൽ അതിനിടയ്ക്ക് ചികിത്സിച്ചില്ല എങ്കിൽ അവൻ പിന്നെ ആത്മഹത്യയിലേക്ക് പോവാൻ. വിദഗ്ധനായ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡോക്ടർ, ഇന്ന് UK വർക്ക് ചെയ്യുന്ന ഡോക്ടർ പറയുന്നുണ്ട്, അദ്ദേഹം കേരളീയനാണെങ്കിൽ UK അദ്ദേഹത്തിന്റെ റിസർച്ച് വിങ് പറയുന്നുണ്ട്, MDMA 7 വർഷം ഉപയോഗിച്ചാൽ ഉറപ്പായിട്ടും അയാൾ ആത്മഹത്യ ചെയ്തിരിക്കും, അതിനിടയിൽ ട്രീറ്റ്മെന്റ് നടത്തിയില്ല എങ്കിൽ. ഈ ഒരു ദുരിതത്തിലേക്ക് നമ്മൾ എന്തിനു പോകണം? ഞാൻ അതിന്റെ വളരെ നെഗറ്റീവിലേക്ക് പോകുന്നില്ല. പക്ഷേ ഇതൊന്നും നമ്മുടെ കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നതേ അല്ല. നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇവരൊക്കെ ഇത് തേടി നടക്കുന്നു, അതിനു വേണ്ടി പോകുന്നു എന്നാണ്. അങ്ങനെയല്ല. ഈ കുട്ടികൾ അറിയാതെ പെട്ടുപോവുകയാണ്. ഉദാഹരണത്തിന് രാവിലെ മദ്രസയിലേക്ക് പോകുന്ന കുട്ടികൾ, അല്ലെങ്കിൽ 7:30 മണിക്ക് തന്നെ സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ, ആ കുട്ടികളുടെ അരികിലേക്ക് അവരിങ്ങനെ റോഡ് സൈഡിലൂടെ നടന്നു പോകുമ്പോൾ ബൈക്കും കൊണ്ട് ആളുകൾ വരികയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, ബൈക്കും കൊണ്ട് ആദ്യം വരുന്ന ആൾക്കാരെ കുട്ടികൾക്ക് അറിയില്ല, അതുകൊണ്ട് കുട്ടികളോട് റാപ്പ് ബിൽഡ് ചെയ്യൂല. അതുകൊണ്ട് ഇവർ ചോദിക്കുകയാണ്, മോളെ കുമ്മനം അറിയാവുന്ന ഒരാള്, കോട്ടയത്തേക്കുള്ള വഴി അറിയാവുന്ന ഒരാൾ ചോദിക്കുകയാണ്, കോട്ടയത്തേക്കുള്ള റോഡ് എങ്ങനെയാ?
കുമ്മനത്തുനിന്ന് നടന്നു പോകുന്ന കുട്ടീനോട് പറയാം 2.5 കിലോമീറ്റർ അപ്പുറത്തുള്ള കോട്ടയൊക്കെ അദ്ദേഹത്തിന് അറിയാം. പക്ഷെ കോട്ടയം ടൗണിലേക്ക് മോളെ എങ്ങനെ പോവുക, അല്ലെങ്കിൽ മോനെ എങ്ങനെ പോവുക എന്ന് ഞാൻ കൗൺസിലിംഗ് മനസ്സിലാക്കിയതാണ്. ഇവരുടെ ട്രിക്കാണത്. അപ്പൊ ഈ കുട്ടി പറഞ്ഞു കൊടുക്കും, ഇത് ഇങ്ങനെ പോയാൽ മതി ചേട്ടാ, ഇങ്ങനെ പോയാൽ മതി എന്നൊക്കെ. ആ നല്ല മോളാകട്ടോ അല്ലെങ്കിൽ നല്ല മോനാകട്ടോ വഴി പറഞ്ഞെന്നല്ലോ അവനൊന്ന് പ്രശംസിക്കും. കുട്ടികൾക്ക് പ്രശംസ വളരെ ഇഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ ഇത്ര പഠിക്കണമെന്നറിയാം? എല്ലാ ക്ലാസ്സിലും ഫ്രണ്ട് ബെഞ്ചിലിരിക്കുന്ന ഭയങ്കര പഠിപ്പിസ്റ്റുകൾ. എന്താ കാര്യം? അവരെങ്ങനെ പ്രശംസിക്കാൻ ടീച്ചേഴ്സ് ഉണ്ട്. കെമിസ്ട്രിയുടെ ടീച്ചർ വരും, ഒരു നിശ്ചിത ഇന്ധനം വായുവിൽ കത്തുന്നതിന്റെ ഫലമായി കുറെ പഠിപ്പിക്കും. എന്നിട്ട് പിറ്റേന്നുകൊണ്ട് പഠിച്ചല്ലോ, അപ്പൊ ആ കുട്ടികൾ പറയും പഠിച്ചു. അതൊരു സ്വകാര്യ ചോദ്യമാണ്. അതായത് എല്ലാവരും അറിയാൻ വേണ്ടി ഒരു മോക്കായിട്ട് ചോദിക്കാൻ. പക്ഷെ ഈ 2 കുട്ടികൾ ഇങ്ങനെ പൊങ്ങി വരും. ആ 2 കുട്ടികൾ പിന്നെ A+ A1 കയറലാണ്. പണ്ട് മുതലേ ഫ്രണ്ട് ബെഞ്ചുകാർ അങ്ങനെയാണ്. അതുകൊണ്ട് ആ ലോകത്തിലെവിടെയും ബാക്ക് ബെഞ്ച് എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ ഇല്ല. റൗണ്ട് ടേബിളാണ് മൊത്തത്തിലുള്ളത്. കാരണം ബാക്ക് ബെഞ്ചും ഫ്രണ്ട് ബെഞ്ചും മനുഷ്യനെ നശിപ്പിച്ച് കളയുന്നതാണ്. ഫ്രണ്ട് ബെഞ്ചുകാർ ഉയർന്നേ പോകും, ബാക്ക് ബെഞ്ചുകാർക്ക് തോന്നും ഞങ്ങൾ ഗുസ്തി കളിക്കേണ്ടവരാണ് എന്ന്. അവരവിടെ ഇരുന്ന് ഗുസ്തി കളിക്കുകയും ചെയ്യും. ഇപ്പൊ റൊട്ടേഷനൊക്കെ ഉണ്ടെങ്കിൽ പോലും. അപ്പൊ അതുകൊണ്ട് ഈ കുട്ടികൾക്ക് ഒരു പ്രൊമോഷൻ കിട്ടുകയാണ്. നല്ല മോനാകട്ടോ, ഇങ്ങനെ വേണം, ഞാൻ നിനക്കൊരു മിഠായി തരട്ടെ എന്നാണ്. കുട്ടിക്ക് എന്ത് ആയിക്കോട്ടെ എന്ന് പറയും. കാരണം എന്താണ്? മിഠായി തരട്ടെ എന്നാണ്. അപ്പോൾ സമ്മാനമായി ഒരു പൊതിഞ്ഞ കടലാസിൽ, അതിന്റെ വർണ്ണവും രൂപവും ഞാൻ പറയുന്നില്ല, ആ സാധനം കണ്ട് കൊടുക്കും. ഈ കുട്ടി അത് കഴിക്കാൻ. പാവം കുട്ടിക്ക് ഉമ്മച്ചി വാങ്ങിച്ചു കൊടുത്ത, അല്ലെങ്കിൽ വാപ്പച്ചി വാങ്ങിച്ചു കൊടുത്ത, അക്കച്ചി വാങ്ങിച്ചു കൊടുത്ത മിഠായി മാത്രമേ അറിയൂ. അതിന്റെ ബാക്കി തന്നെയാണ് ഇത് എന്ന് വിചാരിച്ച് ഈ കുട്ടി കഴിക്കാൻ. അകത്തേക്ക് പോകുമ്പോ 8ഉം പൊട്ടും തിരിയാത്ത പാവപ്പെട്ട 10 വയസ്സുകാരൻ, പാവപ്പെട്ട 8 വയസ്സുകാരൻ ഉള്ളിലേക്ക് ഇത് ചെല്ലുമ്പോ അവന്റെ കോലം മാറുന്നു, ഭാവം മാറുന്നു. അവൻ എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നു. പിറ്റേന്നും അത് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. പാവം ഉസ്താദുമാർ, പാവം അധ്യാപകർ, സ്കൂളിൽ അധ്യാപകർ അറിയുന്നില്ല ഈ കുട്ടി 3 ദിവസം വരാതിരുന്നത് എന്തുകൊണ്ടാണ്. 3 ദിവസം ഈ മിഠായിക്കാരനെ കാത്തു നിന്ന കുട്ടിയെ നമുക്കറിയാം. ഞാൻ അതുകൊണ്ടായി പറയുന്നത് ആ മിഠായിക്കാരൻ എപ്പോ വരുമെന്ന്. കാരണം അത്ര വീര്യമുള്ള ഡ്രഗ്സിന്റെ ഭാഗമാണ് ഈ മിഠായി, ഇയാൾ കൊടുത്ത മിഠായി. ഈ കുട്ടി ഇത് തേടിപ്പോയതാണോ? നിങ്ങൾ പറ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കേണ്ട നമ്മുടെ ചെറിയ മക്കൾ ഇതിലേക്കൊന്നും പോകില്ല എന്ന്. കാരണം ഇവരൊക്കെ എങ്ങനെയാണ് വലയിൽ വീഴ്ത്തേണ്ടത് എന്ന് കൃത്യമായ സ്ട്രാറ്റജി, കൃത്യമായ കണക്കുകളും തന്ത്രങ്ങളുമൊക്കെ അവരുടെ കയ്യിലുണ്ട്. ഞാൻ ഒരു ഇതിൽ സൂചിപ്പിച്ചാണെങ്കിലും പറഞ്ഞോട്ടെ ഈ സദസ്സിനോട്, എങ്ങനെയാണ് ഇതിൽ പെട്ടുപോകുന്നത് എന്ന്. സെലിബ്രേഷൻ നമുക്ക് വലിയ ആഘോഷമാണ്. ക്രിസ്മസ് വരുമ്പോ, പെരുന്നാൾ വരുമ്പോ അതൊക്കെ ആഘോഷിക്കുന്ന ആൾക്കാരുണ്ടാവും. ഫുട്ബോൾ വരുമ്പോ ചിലപ്പോൾ വിവാഹത്തിന്റെ തലേ ദിവസം, അതേപോലെ തന്നെ ബർത്ത്ഡേ ദിവസം, ഇതൊക്കെ ആഘോഷിക്കുന്ന ആളുകൾ ഉണ്ടാകും. ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, മറ്റു മതസ്ഥരെ നമ്മൾ പറയണ്ട. പക്ഷെ നമ്മുടെ കഥ എന്താണ്? ഈ സെലിബ്രേഷൻ ഡേയിലാണ് കുട്ടികൾ ഇതിലേക്ക് പോകുന്നത്. ഏറ്റവും കൂടുതലായി കുട്ടികൾ ഇത് ഉപയോഗിക്കുന്നത് സെലിബ്രേഷൻ ഡേയിലാണ്. അങ്ങനെയുള്ളൊരു കുട്ടിയായി എൻ്റെ മുമ്പിലിരുന്ന് പറഞ്ഞത് എൻ്റെ നശിച്ച ബർത്ത്ഡേ എന്ന്. ചിലപ്പോൾ സ്പീച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഞാൻ ആ കുട്ടിനെ ഒന്നും കൂടി പറഞ്ഞോട്ടെ. അധിക കാലമൊന്നും ആയിട്ടില്ല, 3-4 മാസേ ആയിട്ടുള്ളൂ. ഈ കുട്ടി എൻ്റെ മുമ്പിൽ നിന്നിട്ട് ഇങ്ങനെ കരയാ, കൈ കൂപ്പിക്കൊണ്ട്, സർ എൻ്റെ ബർത്ത്ഡേ, എൻ്റെ നശിച്ച ബർത്ത്ഡേ. ഞാൻ ചോദിച്ചു, മോനെ എന്ത് പറ്റി? നീയും നിന്റെ ബർത്ത്ഡേയും തമ്മിൽ എന്ത്? അവൻ പറഞ്ഞ കാര്യം എന്താണെന്നറിയോ? എൻ്റെ ഉമ്മ തഹജ്ജുദ് വരെ നിസ്കരിക്കുന്ന സ്ത്രീയാണ്. എൻ്റെ വീട്ടിൽ 5 വക്ത് നിസ്കരിപ്പിക്കും എൻ്റെ ഉമ്മ എന്നെ. പക്ഷേ എൻ്റെ ബർത്ത്ഡേ വന്നപ്പോ ഞങ്ങൾ ആഘോഷിക്കലൊന്നുമില്ല. പക്ഷെ കൂട്ടുകാരിങ്ങോട്ട് പറഞ്ഞു നിന്റെ ബർത്ത്ഡേ ആണ് എന്ന്. അങ്ങനെ അവരെ സമ്മർദ്ദം ചെലുത്തി 8 കുട്ടികൾ എൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നു. അവർക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ എൻ്റെ ഉമ്മയുണ്ടായി. ബിരിയാണി വെച്ചു, നെയ്ച്ചോറ് വെച്ചു, കോഴി പൊരിച്ചു, ഇതൊക്കെ ചെയ്തു. കുട്ടികൾ ഉച്ചക്ക് വന്നപ്പോൾ ഭക്ഷണം വിളമ്പിക്കൊടുത്തു എൻ്റെ ഉമ്മ. എൻ്റെ ഉമ്മക്ക് അത് ഇഷ്ടമില്ലാതിരുന്നിട്ടും കുട്ടികൾ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് ഏകദേശം 4:30 മണിയായപ്പോ എൻ്റെ കയ്യും പിടിച്ചുകൊണ്ട് അവർ പുറത്തേക്ക് ഇറങ്ങി. എൻ്റെ ചങ്ക് ബ്രോസാണ്, എൻ്റെ ചങ്ക് ഫ്രണ്ട്സാണ് അവര്, എൻ്റെ കൂടെ പഠിക്കുന്നവരാണ്. പുറത്തേക്ക് ഇറങ്ങുമ്പോ ഉമ്മനോട് സന്തോഷത്തോടു കൂടി പറയാം, ഞങ്ങൾ പോയിട്ട് വരാട്ടെ ഉമ്മാന്ന്. ഉമ്മാന്നുള്ള വിളിയൊക്കെ കേട്ടപ്പോ ഇവരൊക്കെ ഉമ്മയുടെ മക്കളെ പോലെ തോന്നി. അങ്ങനെ എങ്ങനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ഞങ്ങളുടെ പ്രദേശത്തൊരു എഞ്ചിനീയറിംഗ് കോളേജ് ഉണ്ട്, അതിൻ്റെ പിന്നിലൊരു ഹോസ്റ്റലുണ്ട്, അതിൻ്റെ പിന്നിലൊരു പാറക്കൂട്ടങ്ങളുണ്ട്. അതിൻ്റെ ഭാഗത്ത് ഞങ്ങൾ പോയിരുന്നു. അവൻ പറഞ്ഞത് ചുരുക്കി പറയാണ്. അവിടെ പോയിരുന്ന് ഏകദേശം മഗ്രിബ് ബാങ്ക് കൊടുക്കുന്നത് വരെ ഞങ്ങൾ അവിടെ ഇരുന്നപ്പോൾ
മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പോകണം, നിസ്കരിക്കണം, കാരണം 5 വക്ത് നിസ്കരിക്കുന്ന പയ്യനാണ്. പക്ഷെ അവർ പറഞ്ഞു ഇന്ന് നമ്മുടെ സെലിബ്രേഷൻ അല്ലേ, ബർത്ത്ഡേ അല്ലേ, അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. അവൻ അവിടെ ഇരുത്തി. ഇവൻ പറയാണ് മഗ്‌രിബിന്റെ ആ ചുവപ്പൊക്കെ മാഞ്ഞ് ഇരുട്ടിങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയം തോന്നി. കാരണം ആദ്യമായിട്ടാണ് എൻ്റെ ഓർമ്മയിൽ ഞാനിതൊക്കെ ഒഴിവാക്കുന്നത്. അങ്ങനെ നല്ല രീതിയിൽ ജീവിച്ച ഞാനായിരുന്നു. പക്ഷേ ഏകദേശം കുറച്ച് കഴിഞ്ഞപ്പോൾ 2 പേര് എഴുന്നേറ്റ് പോയി. ആ 2 പേര് ബൈക്ക് എടുത്ത് പോകുന്നത് ഞാൻ കണ്ടു. എൻ്റെ ക്ലാസ്മേറ്റ്സ് ആണ്, എൻ്റെ ക്ലാസ്സിലെ കുട്ടികളാണ്. അങ്ങനെ 1.5 മണിക്കൂർ വരെ ഞങ്ങളവിടെ വർത്തമാനം പറഞ്ഞു. ഇനി ഏതായാലും മഗ്‌രിബ് ഇശാന്റെ കൂടെ നിസ്കരിക്കാന്നൊക്കെ വിചാരിച്ച് ഞാൻ അവിടെ ഇരിക്കുമ്പോൾ ഈ 2 കുട്ടികൾ എന്തോ പുതിയും കൊണ്ടാ വരുന്നത്. ആ പൊതിയും കൊണ്ട് വന്ന് അതൊക്കെ അവിടെ വെച്ചിട്ട് അവര് വന്നതും എനിക്കൊന്നും മനസ്സിലായില്ല. എൻ്റെ നെഞ്ചിന്റെ ഭാഗം പിടിച്ച് താഴോട്ട് നീക്കി, എൻ്റെ കൈകൾ 2 പിടിച്ചു വെച്ച്, എൻ്റെ കാലുകൾ 2 പിടിച്ചു വെച്ച്. ഈ കുട്ടി എന്നോട് നേരിട്ട് പറഞ്ഞതാണ്. അതിൽ 1-2 കുട്ടികൾ മാത്രം മാറി നിന്നു. ബാക്കി 6 പിള്ളേര് ഇങ്ങനെ അമർത്തിപ്പിടിച്ച് അവർ ചിരിക്കുന്നുണ്ട്, അവർ അട്ടഹസിക്കുന്നുണ്ട്. അവർ കൊണ്ടുവന്നത് മദ്യമായിരുന്നു, വീര്യം കൂടിയ മദ്യം. എൻ്റെ ഈ ഹാപ്പിനെസ്സിൽ, എൻ്റെ സന്തോഷത്തിൽ കൂടുതൽ സന്തോഷിക്കട്ടെ എന്ന് വിചാരിച്ച് അവരെൻ്റെ വായിലേക്ക് ഇതുവരെ ബീർ പോലും കണ്ടിട്ടില്ലാത്ത, ഇതുവരെ മദ്യപിച്ചിട്ടില്ലാത്ത എൻ്റെ വായിൻ്റെ ഉള്ളിലേക്ക് കുട്ടികളത് ഒഴിച്ചു തന്നു. ഞാൻ ഒരുപാട് തട്ടി നീക്കാൻ നോക്കി, പക്ഷേ എൻ്റെ കയ്യും കാലും അവർ പിടിച്ചു വെച്ചിരുന്നു. വീര്യം കൂടിയ മദ്യമകത്തേക്ക് ചെന്ന് അന്ന് ഞാൻ ഒരുപാട് ഒമിറ്റ് ചെയ്ത് പിറ്റത്തെ ദിവസം പിന്നെയും അങ്ങനെ കുറെ തുടർന്ന് ഇപ്പൊ എൻ്റെ ഉമ്മ ഇതറിഞ്ഞിരിക്കുകയാണ്. സാർ, എനിക്കിതിൽ നിന്ന് എങ്ങനെങ്കിലും മാറണം. എൻ്റെ ഉമ്മ തഹജ്ജുദ് പോലും ഒഴിവാക്കാത്ത സ്ത്രീയാണ് എന്ന് നമ്മുടെ മുമ്പിൽ വെച്ചിട്ട് പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട യുവാക്കളോട്, എൻ്റെ പ്രിയപ്പെട്ട കുടുംബിനികളോട് ഇത് അന്വേഷിച്ച് പോയിട്ടല്ല ഇതിൽ പെടുന്നത്, പകരം നമ്മുടെ പ്രധാനപ്പെട്ടവർ തന്നെ അതിൽ നമ്മൾ പെടുത്തുകയാണ്. കാരണം നമ്മുടെ ഫ്രണ്ട്സിൽ നമ്മൾ അറിയാതെ കാരിയേഴ്സ് എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാകും. എന്താ കാരിയേഴ്സ്? അവർക്ക് പൈസ കൊടുത്തിട്ടാണ് ആളുകൾ ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അവന് വേണ്ടത് പൈസയാണ്. അതുകൊണ്ട് എല്ലാവരെയും നശിപ്പിച്ച് അവൻ അടങ്ങും. ഇങ്ങനെ എത്രയോ കഥകൾ ഞാൻ പലപ്പോഴായി അത് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആവർത്തിക്കുന്നില്ല. ഒരു പെൺകുട്ടി പോലും എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ കൗൺസിലിംഗ് നടത്താറില്ലെങ്കിൽ ഈ കോട്ടയത്തു നിന്നും പത്തനംതിട്ട നിന്നൊക്കെ ഒരുപാട് കോൾസ് എനിക്ക് വരാറുണ്ട്. സാർ, ഒരു മണിക്കൂർ തരുമോ, 1.5 മണിക്കൂർ തരുമോ, എന്നിട്ട് ഞങ്ങളുടെ വിഷയം ഒന്ന് കേൾക്കുമോ? ഞാനിപ്പോൾ നേരിട്ട് കൗൺസിലിംഗ് നടത്താറില്ല. എൻ്റെ അസിസ്റ്റന്റുമാർ 3-4 പേരുണ്ട്, അവരാണത് നടത്തുന്നത്. ഏതായിരുന്നാലും ശരി, ഈ ഒരു പെൺകുട്ടിയുടെ കേസ്, ആ പെൺകുട്ടി പറയാണ്, ഇത് കുടുംബക്കാരെ കേൾക്കേണ്ടതാണ്. ആ പെൺകുട്ടി പറയാണ്, സാർ, എങ്ങനെയാണ് മോളെ നീ ഇതിൽ പെട്ടുപോയത്? ആ കുട്ടി MDMA ഉപയോഗിക്കുന്ന പെൺകുട്ടിയാണ്, വീര്യമേറിയ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന കുട്ടിയാണ്. ഞാൻ ആ കുട്ടിനോട് ചോദിച്ചു, മോളെ നീ എങ്ങനെ അതിൽ പെട്ടത്? ആ കുട്ടി പറഞ്ഞത്, കൊറോണയുടെ കാലഘട്ടം. ഈ കൊറോണയുടെ കാലഘട്ടം വന്നപ്പോ എനിക്ക് മൊബൈല് ഉമ്മ ഫ്രീ ആയിട്ട് തന്നു അങ്ങോട്ട് തരികയാണ്. ഈ മൊബൈൽ അങ്ങനെയല്ല ഉണ്ടായത്. അതുവരേക്കും കുറേശ്ശെ കിട്ടിയിരുന്ന മൊബൈല് ഓൺലൈൻ ക്ലാസ് എന്നും പറഞ്ഞ് കൊച്ചുകുട്ടികൾക്ക് വരെ കൊടുക്കാൻ തുടങ്ങി. ആ ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞാൽ അതൊന്ന് വാങ്ങിയേക്കാൻ നമ്മൾ മറന്നുപോയി. പിന്നെ ഉമ്മയുടെ മൊബൈല് കുട്ടികളുടെ മൊബൈലായി. പിന്നെ അത് തല തിരിച്ചായി. ഉമ്മക്കൊരു അരമണിക്കൂർ കിട്ടണമെങ്കിൽ കുട്ടികളോട് യാചിക്കേണ്ട അവസ്ഥയാണ് ഇപ്പോൾ. ഉമ്മന്റെ മൊബൈലാണ്, കുട്ടികൾ കളിക്കുകയാണ്. അപ്പൊ ഉമ്മ പോയിട്ട് ചോദിക്കണം, മോനെ ആ മൊബൈലൊന്നും തന്ന് ഞാനൊന്ന് വിളിക്കട്ടെ. ഈ പെൺകുട്ടി പറയാണ്, രാത്രിയിലും ഉമ്മ എൻ്റെ കയ്യിൽ തന്നു. കാരണം ഞാൻ ഉമ്മനോട് കളവ് പറഞ്ഞു, വീഡിയോസ് കാണാൻ വേണ്ടി കളവ് പറഞ്ഞതാണ്, ഫേസ്ബുക്ക് നോക്കാൻ വേണ്ടി കളവ് പറഞ്ഞതാണ്. ഞാൻ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് പ്രൊജക്റ്റ് ഉണ്ട്, അസൈൻമെന്റ്സ് ഉണ്ട്, അതിൻ്റെ ബാക്കി ചെയ്യാനുണ്ട്, അതൊക്കെ ഇതിലേക്ക് അയച്ചു തരലെന്നൊക്കെ പറഞ്ഞ് ഉമ്മ അധികം വിവരമില്ലാത്തത് കൊണ്ട് ഈ കുട്ടിക്ക് രാത്രി അത് കൊടുത്തു. ഈ കുട്ടി പറയാണ്, അങ്ങനെ എൻ്റെ ക്ലാസ്മേറ്റ്സിന് ഞാൻ വിളിക്കാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ ബാച്ച്മേറ്റ്സിൽ പെട്ടിട്ടുള്ളൊരു പയ്യൻ എനിക്ക് കണക്ഷനായി. രാത്രി 1 മണി വരെ ഞങ്ങൾ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നു. 1 മണി കഴിഞ്ഞപ്പോൾ ഞാൻ ആ പയ്യനോട് പറഞ്ഞു, എൻ്റെ ബാച്ച്മേറ്റ് ആണ്, വേറെ ക്ലാസ് ആണെങ്കിലും ഞാൻ ആ കുട്ടിനോട് പറഞ്ഞു, ഇനി എനിക്ക് ഉറങ്ങണം, നേരം 1 മണി കഴിഞ്ഞു എന്ന്. അപ്പോൾ ആ പയ്യൻ പറഞ്ഞത്രേ, ഉറങ്ങാതിരിക്കാനുള്ളൊരു സാധനം ഞാൻ നിങ്ങൾക്ക് കൊടുന്നേരട്ടെ എന്ന്. ഇവള് തമാശ പറഞ്ഞതാണ്, ആയിക്കോട്ടെ എന്ന്. പിറ്റത്തെ ദിവസം ഉമ്മ ബാത്റൂമിലേക്ക് കയറിയപ്പോ 1.5 മണിക്കൂറാവും അത്ര ഉമ്മ ഇറങ്ങാൻ. ആ ഗ്യാപ്പ് നോക്കിയിട്ട് ഇവൻ വന്നിട്ട് ഇത് കൊടുത്തിട്ട് പോവാൻ. ഇവള് പറയാണ്, ഒരു പഞ്ചസാര പോലെയുള്ള ഒരു പൊടി കണ്ടപ്പോ അത്ര വലിയ കാര്യം എനിക്ക് തോന്നിയില്ല. ഡ്രഗ്സിനെ കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടില്ല, MDMA കുറിച്ച് എനിക്കറിയില്ല, LSD കുറിച്ച് എനിക്കറിയില്ല. പക്ഷേ ഇത് കത്തിച്ചിട്ട് അങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ ആക്കിയാൽ മതി, ഇങ്ങനെ വലിച്ചാൽ മതി എന്നൊക്കെ അവൻ പറഞ്ഞു തന്നു. ഏതായിരുന്നാലും ഞാൻ അങ്ങനെ വലിച്ചു. അന്ന് മുതൽ ഞാൻ ഇതിന്റെ അഡിക്റ്റായി എന്നാണ്. ഇതെങ്ങനെ സംഭവിച്ചു എന്നറിയോ? ഈ ഒരു മൊബൈലിലെ ചാറ്റിങ്ങിലൂടെ സംഭവിച്ചതാണ്. ഞാനിവിടെ പീഡിപ്പിക്കുകയല്ല. ഇതൊക്കെ നമ്മുടെ വീട്ടിലോ നമ്മുടെ നാട്ടിലോ ഒരു പക്ഷെ ഉണ്ടാകില്ലായിരിക്കാം. പക്ഷെ സ്പീച്ച് എന്ന് പറഞ്ഞാൽ, ഒരു സംസാരം എന്ന് പറഞ്ഞാൽ
പ്രൊആക്റ്റീവായിരിക്കണമെന്നാണ്. പ്രൊആക്റ്റീവ് എന്ന് പറഞ്ഞാൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ സൃഷ്ടിച്ചു പറയുക എന്നതാണ്. നമ്മുടെ കുട്ടികൾ ഇങ്ങനെ അബദ്ധത്തിൽ പോകാതിരിക്കാൻ, ആൺകുട്ടികളും പെൺകുട്ടികളും പോകാതിരിക്കാൻ ജാഗ്രത പുലർത്തിയാൽ മതി. കുട്ടികൾ ഒരിക്കലും സംശയത്തോടു കൂടി കാണരുത്. വിഷയത്തിന്റെ ഭാഗമായതുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ സന്തുഷ്ട കുടുംബം, ഹാപ്പി ഫാമിലി എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുടുംബത്തിൽ എത്ര സമ്പത്തുണ്ടായാലും, എത്ര ബിൽഡിംഗ് ഉണ്ടായാലും, എത്ര കച്ചവടം ഉണ്ടായാലും, നിങ്ങൾക്ക് എത്ര പ്രതാപമുണ്ടായാലും, ഒരു മകൻ വഴികെട്ടാൽ മതി, നമ്മുടെ എല്ലാ സന്തോഷവും ഇല്ലാതെയാകും. ഒരേ ഒരു മകൻ. നമുക്ക് 3 or 4 മക്കളുണ്ടെങ്കിൽ അതിലൊരു മകൻ എങ്ങനെയായാൽ മതി, നമ്മളാകെ നാണം കെട്ടുപോകും, പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാതെയാകും, ആളുകളുടെ മുമ്പിൽ യശസ്സോടുകൂടി നടക്കാൻ പറ്റാതെയാകും. കാരണം പഠിക്കുന്നവർ പഠിത്തം അവസാനിപ്പിക്കും. ഞാൻ അധികം കണ്ടിട്ടുള്ളത് IIT-യിൽ നമ്മൾ പോകാറുണ്ട്, IIM-ൽ നമ്മൾ പോകാറുണ്ട്. അവിടുത്തെ കുട്ടികളൊന്നും ഇത് ഉപയോഗിക്കും നമ്മൾ കാണുന്നില്ല. എന്തുകൊണ്ട് കാണുന്നില്ല എന്ന് ചോദിച്ചാൽ, അഥവാ അത് ഉപയോഗിച്ചാൽ അവന് പിന്നെ IIT പൂർത്തിയാക്കാൻ പറ്റൂല. കാരണം IIT എന്ന് പറഞ്ഞാൽ കുറേ മാത്തമാറ്റിക്സും കുറേ ഇത്തരത്തിലുള്ള ലോജിക്കുകളും ടെക്നിക്കൽ കോഴ്സുകളും ഒക്കെയായി നിറഞ്ഞു നിൽക്കുന്ന സാധനം പൂർത്തിയാക്കണമെങ്കിൽ ഇത് ഉപയോഗിക്കാൻ പറ്റൂല. കൊക്കക്കോള എന്ന് പറയുന്ന സാധനം തന്റെ മുമ്പിൽ നിന്ന് മാറ്റിവെച്ചത് റൊണാൾഡോ അത് ഹറാമായതുകൊണ്ടല്ല. ഞാൻ പറഞ്ഞു മനസ്സിലാണ്ടോ നിങ്ങൾക്ക്? അദ്ദേഹത്തിന് ഒരു പക്ഷെ അദ്ദേഹത്തിന്റെ മതപ്രകാരം ചിലപ്പോൾ വേണമെങ്കിൽ മദ്യവും കഴിക്കാവുന്നതാണ്. അദ്ദേഹം ഒരു മുസൽമാനൊന്നും അല്ലല്ലോ. പക്ഷേ ഇന്റർവ്യൂവിന് വേണ്ടി വന്നിരിക്കുന്ന സമയത്ത് തന്റെ മുമ്പിൽ കൊക്കക്കോള കണ്ടപ്പോ അതിങ്ങനെ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് തന്റെ ബാഗ് തുറന്നിട്ട് വെള്ളം കുടിച്ചു അദ്ദേഹം. ആ ഒറ്റ കാരണത്താൽ കൊക്കക്കോള കമ്പനിയുടെ ഷെയർ മാർക്കറ്റിൽ കോടികളാണ് ഇടിഞ്ഞത്. അദ്ദേഹം അത് കോടികൾ ഇടിയാൻ വേണ്ടി മാറ്റിവെച്ചതൊന്നുമല്ല. അതിന്റെ അർത്ഥം എന്താ? റൊണാൾഡോ എന്ന് പറയുന്ന ഇതിഹാസ കളിക്കാരന്റെ ശരീരവും മനസ്സും ഇതുപോലെ നിലനിൽക്കണമെങ്കിൽ ഈ സാധനം പോലും കുടിക്കാൻ പാടില്ല എന്ന അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. ഇതുപോലും ഉപയോഗിക്കരുത് എന്ന അദ്ദേഹത്തിന്റെ തീരുമാനമാണ്. മതം വേണോ വേണ്ടയോ എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വ്യത്യസ്ത മതക്കാരെ ആചരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞോട്ടെ, ഈ കഴിഞ്ഞ ലോകകപ്പിൽ കണ്ടവരും കാണാത്തവരൊക്കെ ഇവിടെ ഉണ്ടാവാം TV-യിലൂടെ, ഒരൊറ്റ കളിക്കാരനെങ്കിലും പ്രാർത്ഥിക്കാതെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയത് നിങ്ങൾ കണ്ടുപോ? ഒരു കളിക്കാരനെങ്കിലും, ഏതെങ്കിലും മതക്കാരനാകട്ടെ, മതം വേണോ വേണ്ടോ എന്നൊക്കെ വന്ന് ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ തലത്തിൽ നടക്കുന്ന കളിയുടെ രാജാക്കന്മാരൊക്കെയും അവരുടേതായ പ്രാർത്ഥനകളും മുസ്ലിമീങ്ങളായ കളിക്കാരൊക്കെയും അവരുടെ പ്രാർത്ഥനകളും കളിച്ചുകൊണ്ടാണ് ഇറങ്ങിയത്. ഒരാളും പ്രാർത്ഥിക്കാതെ ഇറങ്ങിയത് നമ്മൾ കണ്ടില്ല. അപ്പൊ വെറുതെ ആരൊക്കെയോ പറഞ്ഞുണ്ടാക്കുകയാണ് എന്ത് മതവും ആചാരവും ഒന്നും ലോകത്തിലധികമൊന്നും ഇല്ല എന്ന്. എത്ര വലിയ ആൾക്കാരായാലും അവരുടേതായ മതം, അവരുടേതായ ആചാരം, അത് ഏത് എന്ത് എന്നുള്ള നമുക്ക് ചർച്ച വിടാം. അപ്പൊ ഒരൊറ്റ കൊക്കക്കോള പോലും കുടിക്കാതെ എങ്ങനെയാണ് ജീവിതം കൊണ്ടുപോകേണ്ടത് എന്ന് ഇതിഹാസ താരങ്ങൾ വരെ തീരുമാനിച്ചിരിക്കുന്നു. എന്നാൽ ഒരു കോളേജിൽ പോലും കളിയിൽപ്പെടാത്ത ഒരാളാണ് ചിലപ്പോൾ ഇതിലേക്കൊക്കെ പോയിട്ട് കുടിക്കുകയും വലിക്കുകയും ചെയ്യുന്നത്. മാതാപിതാക്കളെ ആദരിക്കാൻ ഇന്നത്തെ മോഡേൺ കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ഞാൻ അത് വെച്ചുകൊണ്ട് പറയല്ലോ കേട്ടോ. എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, നമ്മളെന്ന് പാടത്തേക്ക് കളിക്കാൻ പോകുമ്പോൾ, വയലിലേക്ക് കളിക്കാൻ പോകുമ്പോൾ സ്വന്തം ഉമ്മ വിളിക്കുമ്പോൾ ചെല്ലാൻ പറ്റുന്നില്ല. എന്നാൽ ദാരിദ്ര്യം ഭയന്നിട്ട് തൻ്റെ ഗർഭത്തിലുള്ള കുട്ടിയെ അബോർഷൻ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ച മാതാവ്, ദാരിദ്ര്യം ഭയന്നിട്ട് കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചതാണ്. പിന്നെ എവിടെയോ മാതൃത്വം ഉണർന്നപ്പോൾ കൊല്ലാതെ വിട്ടതാണ്. അങ്ങനെ ജനിച്ച കുട്ടിയുടെ പേരാ റൊണാൾഡോ. തന്നെ കൊല്ലാൻ വേണ്ടി തന്റെ അമ്മ തീരുമാനിച്ചിരുന്നു എന്ന് റൊണാൾഡോക്ക് അറിയാം. പക്ഷെ കുട്ടികൾ മനസ്സിലാക്കണേ, ഞാൻ റൊണാൾഡോനെ പറ്റി പറയാൻ വേണ്ടി വന്നതല്ല, ആധുനിക കുട്ടികളോടെ ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഇന്റർനാഷണൽ ഫുട്ബോളിന്റെ ഏത് ലോകത്തേക്ക് പോയാലും തന്നെ കൊല്ലാൻ ശ്രമിച്ച അമ്മയായിട്ട് പോലും മോനെ എന്ന് വിളിക്കുമ്പോഴേക്ക് ഫ്ലൈറ്റ് കയറി അമ്മയെ കാണാനെത്തുന്ന, അമ്മയെ കെട്ടിപ്പിടിക്കുന്ന കളിക്കാരന്റെ പേരാണ് റൊണാൾഡോ. ഞാൻ പുതിയ കുട്ടികളോട് സംസാരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ എത്ര മോഡേണിസത്തിലേക്ക് പോയാലും മാതാക്കളില്ലാത്ത അവസ്ഥ ഇവർക്കാർക്കുമില്ല. 32 കളികൾ തമ്മിൽ നടന്ന് 16 കളികളായി അതിൽ നിന്ന് ഫൈനലിലെത്തി കപ്പ് വാങ്ങി സന്തോഷത്തോടെ ഓടി നടക്കുമ്പോ പത്രക്കാര് ചോദിച്ചത് മെസ്സിയോട്, ലയണൽ മെസ്സിയോട് ഇപ്പോൾ ആരെ കാണണമെന്നാണ്. ഉടനെ തന്നെ പറഞ്ഞത് എനിക്ക് എൻ്റെ ഭാര്യ മക്കളെ കാണണമെന്നാണ്. നമുക്ക് നേരമില്ല ഇന്ന്. ഞാൻ പറയുന്നതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കണം. ഞാൻ അവരെ കുറിച്ച് പറയല്ല. ഇത്ര അൾട്രാ മോഡേൺ ആയിരുന്നിട്ട് പോലും കപ്പ് കിട്ടിയപ്പോൾ ആദ്യം കാണേണ്ടത് തന്റെ പ്രസിഡന്റിനെ, അല്ലെങ്കിൽ തന്റെ രാജ്യത്തിനെ, തന്റെ സമൂഹത്തിനെ, ഇതൊന്നുമല്ല പറഞ്ഞത്, എൻ്റെ മക്കളെ കാണണമെന്ന്.
ഞാൻ അതിനെ പർവ്വതീകരിച്ചു പറയല്ല. പഴയ വയസ്സന്മാരായ ആൾക്കാർക്ക് ചിലപ്പോൾ ഉസ്താദുമാർക്ക് തോന്നുന്നത് എന്തൊക്കെയാണ് പറയുന്നത്. ഞാൻ അവരെ പർവ്വതീകരിക്കാനല്ല, ഞാൻ പറഞ്ഞ ശരിക്കും മനസ്സിലാക്കണം. അവർ അൾട്രാ മോഡേൺ ആയിരുന്നിട്ടും കുടുംബത്തെ നോക്കുന്നവരാണ്, അമ്മയെ നോക്കുന്നവരാണ്. എന്നിട്ട് വിശ്വാസികളായ നമുക്ക് അതിനോട്ട് നേരമില്ലതാണ്. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. അവർ അൾട്രാ മോഡേൺ ആണ്, എന്നിട്ട് പോലും ഇതൊക്കെ പാലിക്കുന്ന ആളാണ്. ഫ്രാൻസ് എങ്ങാനും കപ്പെടുത്തു കഴിഞ്ഞാൽ 600 കോടി രൂപ കിട്ടും. അതെന്ത് ചെയ്യുമെന്ന് പത്രക്കാരുടെ മറുപടിക്ക് എംബാപ്പെ പറഞ്ഞ മറുപടി, വികലാംഗരായ ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി ഞാനത് ചെലവഴിക്കുമെന്ന്. ഇത്ര അൾട്രാ മോഡേൺ ആയിട്ടും മനുഷ്യരെ സ്നേഹിക്കാൻ അവരൊക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഈ മോഡേൺ ആൾക്കാരെ കണ്ടിട്ട് ഓൽക്ക് നന്മയുണ്ടെങ്കിലും മനസ്സിലാക്കുക. അല്ലെങ്കിൽ ഇവരൊക്കെ ഇത് പാലിക്കുന്നത് മതം പറഞ്ഞത് കൊണ്ടാണ് എന്നും, അതിന്റെ മൂർധന്യതയായ മതം അഥവാ അത് ദീനാണ് എന്നും, അഥവാ ഈ പറയുന്ന എല്ലാ ഗോസിപ്പുകളും ഉണ്ടായാലും ദീനനുസരിച്ച് ജീവിക്കണമെന്നും, പാവങ്ങളെ സഹായിക്കണമെന്നും, മാതാക്കളെ സ്നേഹിക്കണമെന്നും, മക്കളെ സുന്ദരമായി നോക്കണമെന്നുമാണ് മതം നമ്മളെ പഠിപ്പിക്കുന്നതെങ്കിൽ അതനുസരിച്ച് ജീവിക്കുന്നവരായി നമ്മൾ മാറുക എന്നതാണ്. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഇരിക്കുന്ന ഓരോ ആളുകളും ആലോചിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടാകണമെങ്കിൽ, വിശിഷ്യാത് വരണമെങ്കിൽ, ഞാൻ അധികം നെട്ടിക്കൊണ്ടുപോകാതെ പറഞ്ഞോട്ടെ, ഇനി വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ വീട്ടിൽ ദീനിയായ ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ആ അന്തരീക്ഷത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് പറ്റണം. അതോടൊപ്പം വിദ്യാഭ്യാസത്തിന്റെ, തഅലീമിന്റെ ഏറ്റവും ശക്തമായ ഒരു അന്തരീക്ഷം നമ്മളിൽ ഉണ്ടാക്കണം. മക്കളുടെ വിദ്യാഭ്യാസം വളരെ ശ്രദ്ധിക്കണം നമ്മൾ. അത് ഏതെങ്കിലും കോലത്തിലൂടെ, രൂപത്തിലൂടെ പോകരുത്. നമ്മളിപ്പോ ഇങ്ങോട്ട് വന്നത് KR നാരായണന്റെ നാട്ടിലൂടെയാണ്. അദ്ദേഹത്തെ നമ്മൾ മാനിക്കുന്നു. കാരണം എന്താന്ന് ചോദിച്ചാൽ, ഇന്ത്യയിൽ നിന്ന് ആകെ ഇതേവരെ ഒരൊറ്റ മലയാളിയെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളൂ. അത് മിസ്റ്റർ KR നാരായണനാണ്. ഞാൻ പറയുന്നത് KR നാരായണൻ ഇങ്ങനെ പറയാൻ കാരണം, വ്യത്യസ്ത മതക്കാരും ആളുകളും ഇരിക്കുന്ന സ്ഥലത്ത് ഇത് പറയാനുള്ള കാരണം, ഒരൊറ്റ മലയാളിയും ഇന്നേ വരെ ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടില്ല. നിങ്ങളുടെ ജില്ലക്കാരനാണ് ഇന്ത്യയുടെ പ്രഥമ പൗരനായി മാറിയിട്ടുള്ളത്. അത് വിദ്യാഭ്യാസത്തിലൂടെയാണ്. അദ്ദേഹത്തിന്റെ ഇന്നലകളെ കുറിച്ച് നമ്മളൊന്ന് ആലോചിക്കേണ്ടതുണ്ട്. ചോർന്നൊലിക്കുന്ന സ്കൂളിന്റെ ഉറ്റുവീഴുന്ന മൂലയിൽ നോക്കി ഞാൻ അന്ന് സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് പിന്നീട് പറയുന്നുണ്ട്. അദ്ദേഹം ഒരൊറ്റ നിക്കറും ബനിയനും ഇട്ട് മാത്രമാണ് സ്കൂളിൽ പോയിരുന്നത് എന്ന്, ഓല വീട്ടിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന്, അങ്ങനെ ഉയർന്നു പോകാൻ വേണ്ടിയിട്ട് വ്യഗ്രതപ്പെട്ടപ്പോ അന്ന് തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനോട് ഞാൻ വിദേശ യൂണിവേഴ്സിറ്റിയിൽ പോയി പഠിക്കുമെന്ന് പറഞ്ഞപ്പോ നീയോ എന്ന് പറഞ്ഞ് കളിയാക്കി. ആ ഒരു കളിയാക്കലാണ് എൻ്റെ നെഞ്ചിലേക്ക് കൂരമ്പ് പോലെ തറച്ചതെന്നും, അങ്ങനെയാണ് വിദേശ യൂണിവേഴ്സിറ്റിയിൽ അദ്ദേഹം എത്തുന്നതെന്നും, തിരിച്ചു വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായി മാറുന്നത് എന്നും നമ്മൾ പഠിക്കുമ്പോൾ, അത് നിങ്ങളുടെ നാട്ടുകാരനാണ്, നിങ്ങളുടെ നാട്ടിൽ ജനിച്ച, അല്ലെങ്കിൽ പ്രദേശത്തിന്റെ ഭാഗത്ത് ജനിച്ച് വളർന്നുള്ള മനുഷ്യനാണ്. ഞാൻ പറഞ്ഞു വരുന്ന അദ്ദേഹത്തിന്റെ മഹത്വമല്ല. അദ്ദേഹം മാത്രമാണ് ഇന്ത്യയുടെ പ്രസിഡന്റ് ആയിട്ടുള്ളത് മലയാളികളെ കൂട്ടത്തിൽ. ഒന്നുമില്ലായ്മയിൽ നിന്നും വളർന്നു വന്ന് വിജയത്തിന്റെ മൂർധന്യതയിലേക്ക് ഭൗതികമായിട്ടെങ്കിലും കയറി അദ്ദേഹം എന്നതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമുക്ക് പൈസ ഇല്ലെങ്കിലും നമുക്കൊന്നുമില്ലെങ്കിലും നമ്മളെ മക്കളെ നന്നായി പഠിപ്പിക്കുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ ഏറ്റവും വലിയ പഠനം മനുഷ്യന്മാരുടെ ജൽപ്പനങ്ങൾ പഠിപ്പിക്കണോ, അതോ നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ ആചരിക്കുന്നു, അഥവാ ഹിഫ്ദ് ചെയ്ത കുട്ടികളെ, ഹാഫിളീങ്ങളായ മക്കളെ നമ്മൾ ആദരിക്കുന്നുവെങ്കിൽ നാളെ നമുക്കും വേണം ഹാഫിളീങ്ങളായ മക്കള്. ഈ ഭൗതിക തലത്തിൽ ഉയർന്നുയർന്ന് പോകുന്ന ആ കുട്ടികളെ നോക്കിയിട്ട് നമ്മൾ വ്യഗ്രതപ്പെടുമ്പോ നാളെ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കാനും, ഈ ലോകത്തിൽ ഇമാമത്ത് നിൽക്കാനും, മാനവരാശിയെ നല്ല രീതിയിൽ കൊണ്ടുപോകാനും ഈ ലോകത്തിൽ ഏറ്റവും ഉദകമായത് അത് ഹാഫിളീങ്ങളാണ് എന്ന് നമ്മൾ പഠിക്കണം. അതേപോലെ ആലിമീങ്ങളാണ് എന്ന് നമ്മൾ പഠിക്കണം. അതൊരു ക്ലീശയായിട്ട് നമ്മൾ കാണാൻ പാടില്ല. ക്ലീശയായിട്ട് കാണരുത് നമ്മൾ. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, ഞാൻ എവിടെയോ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് അദ്ദേഹം നാട്ടിലുണ്ട്, ഒമാനിൽ നിന്ന് വന്നിട്ടുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് സയദ് ബായിയെ ഞാൻ ഓർത്തു പോവുകയാണ്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും കൂടെ സ്വന്തം മക്കളെ ഹിഫ്ള് ചെയ്യിപ്പിക്കണമെന്ന മോഹത്താൽ അവിടെ നിന്ന് മെല്ലെ ഒമാനിൽ നിന്ന് പുറപ്പെട്ട് ബാംഗ്ലൂരിൽ വന്നിറങ്ങി. ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിലേക്ക്, കണ്ണൂരിലേക്ക് പോയിക്കൊണ്ടിരിക്കാൻ പോകുന്ന വഴിക്കാണ് അള്ളാഹുവിന്റെ വിധി വന്നത്. ആക്സിഡന്റ് സംഭവിച്ചു, കുട്ടികൾ പുറത്തേക്ക് തെറിച്ചു, വണ്ടി മറിഞ്ഞു. ചുരുക്കി പറഞ്ഞ സ്പോട്ടിൽ ഈ പാവം സ്ത്രീ എന്നേക്കുമായി ലോകത്തോട് വിട പറഞ്ഞു. തന്റെ മകനെ ഹാഫിളാക്കാൻ വേണ്ടിയിട്ട് പുറപ്പെട്ടതാണ്. അതും തന്റെ ഭർത്താവിനോട് പറഞ്ഞു, റമദാൻ കഴിഞ്ഞിരിക്കാൻ, ഇനി എവിടെ സീറ്റൊന്നും കിട്ടൂല, അതുകൊണ്ട് എന്തായാലും നമുക്ക് പോണം. ആ വിധിയിലേക്ക് അവർ വന്നു ചേരുകയായിരുന്നു. അവരുടെ മോഹം പോലെ 2 വർഷം കൊണ്ട് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മോനെ ഖബർസ്ഥാനത്ത് നിന്ന് ഇങ്ങനെ വലിക്കുന്നു, മോൻ അങ്ങോട്ടന്നെ ഓടിപ്പോവാൻ.
ഉമ്മാന്നും പറഞ്ഞ അങ്ങനെ ഓടുകയാണ്. ആ കുട്ടിയെ പിന്നെയും വലിച്ചുകൊണ്ടിരുന്ന ആളുകൾ ഉമ്മാന്നും പറഞ്ഞ അങ്ങോട്ട് കരയാണ്. ഈ മിസ്അബ് എന്ന് പറയുന്ന കുട്ടി 2 വർഷം കൊണ്ട് ഹാഫിളായി. ഈ ഉമ്മയുടെ സ്വപ്നം പോലെ കരഞ്ഞവൻ ഖുർആൻ പഠിക്കുകയാണ്. എൻ്റെ ഉമ്മയുടെ കിനാവാണ്, എൻ്റെ ഉമ്മയുടെ സ്വപ്നമാണ്. ആ കുട്ടി പഠിച്ച് 2 വർഷം കൊണ്ട് ഹാഫിളായി. എന്നിട്ട് ഉപ്പയോട് ആവശ്യപ്പെട്ട് എന്നെ ഉംറക്ക് കൊണ്ടുപോകണമെന്ന്. അങ്ങനെ ഉംറക്ക് എൻ്റെ കൂടെ വരാമെന്ന് അവൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞ വാപ്പയും അവനും എല്ലാം കൂടി എൻ്റെ കൂടെ ഉംറക്കും വന്നു. എനിക്ക് ഓർമ്മയുണ്ട്, ഓരോ രംഗത്തും അവൻ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. അവൻ ചെറിയ മോനാണ്, 14 വയസ്സ് അന്ന് പ്രായമുള്ളൂ. അവൻ അത്ര വലിയ അപരാധം ചെയ്തിട്ടല്ല പ്രാർത്ഥിക്കുന്നത്. ഉമ്മക്ക് വേണ്ടി കൈകൾ ഉയർത്തി അല്ലാഹുവിന്റെ മുമ്പിൽ പ്രാർത്ഥിക്കുമ്പോ മിസ്അബ് എന്ന കുട്ടിയെ ഞാൻ കണ്ടിട്ടുണ്ട്. ഓരോ ഭാഗത്തും മസ്ജിദുൻ നബവിയുടെ ആ 2 ഭാഗങ്ങളുടെ മാബൈന ഖബരി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന, ആ സ്ഥലത്ത് തന്നെ അവനെ കിട്ടി. എൻ്റെ റൗളയുടെയും എൻ്റെ മിമ്പറിന്റെയും ഇടയ്ക്കുള്ളത് സ്വർഗത്തിലെ ഒരു ഭാഗമാണ്, ഒരു പൂന്തോപ്പാണ് എന്ന് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഇരുന്നും അവൻ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. സ്വന്തം ഉമ്മാക്ക് വേണ്ടി അത്ഭുതം പോലെ. 2ാമത്തെ മകനുണ്ടല്ലോ, 2ാമത്തെ മകൻ പിറ്റത്തെ പ്രാവശ്യം ഹാഫിളായി. 2 മക്കൾ ഹാഫിളായി. ഇപ്പൊ 3ാമത്തെ കുട്ടിയും ഹാഫിളായി. 2ാമത്തെ മകനാകട്ടെ അത്ഭുതകരമായ ഒരു സംഭവം. ഏകദേശം കേരളത്തിലെ ഒരുപാട് മദ്രസകൾ നടത്തിയിട്ടുള്ള ഖിറാഅത്ത് മത്സരത്തിൽ 1ാം സ്ഥാനം ഈ കുട്ടിക്കായിരുന്നു. ഒരു മകനെ ഹാഫിളാക്കണമെന്ന മോഹത്താൽ യാത്ര പുറപ്പെട്ട് വഴിമധ്യേ അള്ളാഹു തിരിച്ചു പിടിക്കുകയും എന്നാൽ ജനിക്കുന്ന മക്കളൊക്കെയും അഥവാ നിങ്ങൾക്കുണ്ടായ മക്കളൊക്കെയും ഹാഫിളീങ്ങളാകട്ടെ എന്ന് അള്ളാഹു തീരുമാനിക്കുകയും ചെയ്ത മഹാഭാഗ്യശാലിയായ ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അത് കണ്ണൂരിലാണ്. അവർ ഇന്നുമുള്ളത്, അവരുടെ ഖബർഗേഹമുള്ളത് അവിടെയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ കുട്ടികളെ ഖുർആൻ പഠിപ്പിച്ച് അതിമനോഹരമായ ഉയരങ്ങളിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് പറ്റണം. അതിൽ വീട്ടിൽ സന്തോഷകരമായ ഒരു അവസ്ഥയുണ്ടാകണം. അവസാനത്തെ ഭാഗം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. വളരെ ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾ. വീടിന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള പേര് ഒന്ന് ബൈത്ത് എന്ന പേരാണ്. മറ്റൊന്ന് പറഞ്ഞിട്ടുള്ള പേര് അത് പിന്നെ നമുക്കൊക്കെ അറിയാവുന്ന രീതിയിൽ ആഖിറത്തെ കുറിച്ച് പറയുമ്പോഴൊക്കെയും അള്ളാഹു പറഞ്ഞിട്ടുള്ളത് ദാറ് എന്നുള്ള പേരാണ്. ദാരിസ്സലാം, ദാറുസ്സലാം എന്നൊക്കെ പറഞ്ഞ ആഖിറത്തിലെ സ്വർഗഭവനത്തെ കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ബൈത്ത് എന്നത് കേവല വീടിനെ കുറിച്ചാണ്. എന്നാൽ അതിൻ്റെ മധ്യത്തിൽ സുന്ദരമായ വീടിനെ കുറിച്ച് പറഞ്ഞിടത്തൊക്കെ മസ്കൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സുകൂൻ എന്ന് പറഞ്ഞാൽ ശാന്തി എന്നാണ് അർത്ഥം, സമാധാനം എന്നാണ് അർത്ഥം. മസ്കൻ എന്ന് പറഞ്ഞാൽ ശാന്തി ഭവനം എന്നാണ് അർത്ഥം, സമാധാനമുള്ള വീട് എന്നാണ് അർത്ഥം. നമ്മുടെ വീട് സമാധാനത്തിലേക്കാക്കണം.